സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുമ്മ ഗ്ഫിർലി. ഈ ഒരു വാചകത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാൾ ഉറക്കിൽ നിന്ന് കണ്ണ് തുറന്ന ഉടനെ ഈ ഒരു പ്രാർത്ഥന ചൊല്ലിയിട്ട് എന്ത് ചോദിച്ചാലും അവൻ ഉത്തരം കിട്ടുന്നു. എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടും. അവിടെ നമ്മൾ സ്വയം പരിശോധിക്കുക. ഈ പ്രാർത്ഥന അറിയാത്തവരാണോ നമ്മൾ? സുബ്ഹാനല്ലാഹ് നമുക്കറിയാം, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുമ്മ ഗ്ഫിർലി. ഇതൊക്കെ നമുക്ക് പരിചയമുള്ളതാണ്. പക്ഷേ അത് ചോദിക്കണമെങ്കിൽ അള്ളാഹിനെ കുറിച്ച് നല്ല ബോധ്യം ഉണ്ടാവണം. ഞാൻ കണ്ണ് തുറക്കുമ്പോഴേക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കയറി വരണം. അതുപോലെ തന്നെ കണ്ണ് തുറന്നാലുള്ള മറ്റൊരു പ്രാർത്ഥന, എഴുന്നേൽക്കുമ്പോഴുള്ള പ്രാർത്ഥന, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ. നമ്മൾ എത്ര ആളുകൾ പ്രാർത്ഥിക്കാറുണ്ട്? അത് കഴിഞ്ഞ് ബാത്റൂമിലേക്ക് പോകുമ്പോൾ, ബാത്റൂമിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത്, വുളു എടുക്കുമ്പോൾ, വുളുവിന് ശേഷമുള്ള പ്രാർത്ഥന, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, വാഹനത്തിൽ കയറുമ്പോൾ, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എത്രയെത്ര പ്രാർത്ഥനകൾ! 1000-ലധികം പ്രാർത്ഥനകൾ ഒരു ദിവസം നമുക്ക് ചെല്ലാനുണ്ട്. 1000-ലധികം പ്രാർത്ഥന. നമ്മൾ ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രാർത്ഥിച്ചു എന്ന് പരിശോധിച്ചാൽ മതി. അവിടെ മനസ്സിലാകും പ്രിയപ്പെട്ടവരെ, ഈ ഒരു അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല എന്ന വിഷയത്തിൽ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത്. നമ്മുടെ ജീവിതം മുഴുക്ക പരീക്ഷണമാണ്. അവിടെ ആ പ്രാർത്ഥനയാകുന്ന പരീക്ഷണത്തിൽ നമ്മൾ പരാജയപ്പെട്ടു. നമ്മുടെ മക്കൾ എന്ന നിലക്ക്, നമ്മുടെ കുടുംബം എന്ന നിലക്ക് പലതും നമ്മളുമായിട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പലതിലും പരാജയം. ഇല്ല, ചിലപ്പോൾ ഇങ്ങനെ ഉമ്മമാർ കാര്യമായിട്ട് അടുക്കളയിൽ ഇങ്ങനെ പണിയെടുക്കുമ്പോഴായിരിക്കും കുട്ടികൾ വന്നിട്ട് ഉമ്മ ഇതൊന്ന് ചെയ്തു തരൂ, ഇതൊന്നൊക്കെ തരുന്നു. ആ സമയത്തുള്ള ഒരു വാക്കുണ്ടല്ലോ, വല്ലാതെ ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുക. ബാപ്പ ഒരു പക്ഷേ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു കൊണ്ട് വരുമ്പോഴായിരിക്കും മകൻ പറയുക, ഉപ്പ എനിക്ക് ഒരു പേന വാങ്ങാൻ മറന്നുപോയി, ഒന്നും കൂടി കൊണ്ടുതരുമോ, നിങ്ങളൊന്ന് പോയിട്ട് മേടിച്ചുകൊണ്ടുവരുമോ? അതോടുകൂടി തീരുന്നു. അവിടെയൊക്കെ പരീക്ഷണം ഇങ്ങനെ വരുന്നുണ്ട്. മക്കളിലൂടെ പരീക്ഷണം വരുന്നു, ഭാര്യയിലൂടെ പരീക്ഷണം വരുന്നു, കുടുംബത്തിലൂടെ പരീക്ഷണം വരുന്നു, അയൽവാസികളിലൂടെ പരീക്ഷണം വരുന്നു. പക്ഷേ അതിലെല്ലാം ആ പരീക്ഷണങ്ങളിൽ ഒട്ടുമിക്ക ആളുകളും പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് ഖേദകരം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മളെ പരീക്ഷിക്കും തന്നെ പറഞ്ഞു. നിങ്ങൾ നോക്ക്, വിശുദ്ധ ഖുർആനിൽ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരായത്തുണ്ട്, وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ. വലനബിലുവന്നക്കും, നാം നിങ്ങളെ പരീക്ഷിക്കുന്നത് തന്നെയാണ്, ബിശൈഇൻ, ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മിനൽ ഖൗഫ്, പേടികൊണ്ട്, വൽ ജൂഅ്, വിശപ്പ് കൊണ്ട്, വനഖസിം മിനൽ അംവാൽ, സമ്പത്തിലുള്ള കുറവ് വരുത്തിക്കൊണ്ട്, വൽ അൻഫുസ്, ദേഹങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട്, വസ്സമറാത്ത്, വിഭവങ്ങളിലുള്ള നഷ്ടം കൊണ്ട്, ഇങ്ങനെ പല നിലക്കും നിങ്ങളെ നാം പരീക്ഷിക്കുന്നത് തന്നെയാണ്. വബശ്ശിരിസ് സ്വാബിരീൻ, ആ സമയത്ത് സ്വബർ കാണിക്കുന്നത് ആരാണോ അവർക്ക് സന്തോഷ വാർത്ത. ഈ ഒരു ആയത്ത് നമ്മളിങ്ങനെ വായിച്ചു നോക്കുമ്പോഴേ, ഒന്നാമത്തെ വിഷയം, അള്ള പറഞ്ഞത് നിങ്ങളെ പരീക്ഷിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്നുകൂടി തീരുമ്പോഴേക്ക് ഒന്നാണ്. നിങ്ങനെ പറയുന്ന ആൾക്കാരില്ലേ അല്ലേ, ഒന്നുകൂടി തീരുമ്പോഴേക്ക് ഒന്നാണ്. പരീക്ഷണങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിലേക്ക്. എന്താ അപ്പം അതിങ്ങനെ? ചില ആൾക്കാർ പറയാം, എങ്ങനെയാണെന്ന് അറിയോ, ഞാനേ ഈ ദീനൊന്നുമില്ലാതെ ജാഹിലിയത്തായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അല്ലേ. പല ആൾക്കാരും പറഞ്ഞ വാക്കാണ്. അന്ന് എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല, എല്ലാ റാഹത്തിലും. ഇപ്പം അതാ കൃത്യമായിട്ട് നിസ്കാരമൊക്കെ തുടങ്ങി, ഖുർആൻ ക്ലാസ്സിനൊക്കെ വരാൻ തുടങ്ങി, ഖുർആനൊക്കെ ഓതാൻ തുടങ്ങി. ഇപ്പം അതാ ഫുള്ള് പരീക്ഷ. എനിക്ക് പരിചയമുള്ളൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, മൂപ്പര് തീരെ നിസ്കരിച്ചിരുന്നില്ല. പിന്നെ മൂപ്പര് നിസ്കാരമൊക്കെ തുടങ്ങി, പിന്നെ വീണ്ടും നിസ്കാരം നിർത്തി. അപ്പോൾ ഈ ഭാര്യ പറഞ്ഞു, നിങ്ങളൊന്ന് സംസാരിക്കുക വെച്ചു. നമ്മളൊരു റിലേറ്റീവ് കൂടിയാണ്. നിങ്ങളൊന്ന് സംസാരിക്കുക വെച്ചു. ഞാൻ മൂപ്പരോട് സ്വകാര്യമായിട്ട് ചോദിച്ചു, അല്ല എന്താ ഇപ്പം നിങ്ങൾ പിന്നെ തീരെ നിസ്കാരമൊന്നുമില്ല എന്നൊക്കെ പറയണ്ടല്ലോ, എന്താ പ്രശ്നം എന്താ? ഉടനെ മൂപ്പര് പറഞ്ഞ എന്താ അറിയോ, ഞാൻ നിസ്കാരമൊന്നുമില്ലാതെ ഇങ്ങനെ നടന്നപ്പോൾ കടയിൽ നല്ല കച്ചവടം ഉണ്ടായിരുന്നു. പിന്നെ നിസ്കാരമൊക്കെ തുടങ്ങിയപ്പോൾ കച്ചവടം പറ്റ കുറഞ്ഞു. ഇപ്പം നിസ്കാരം നിർത്തിയപ്പോഴോ വീണ്ടും കച്ചവടം വരുന്നുണ്ട്. എൻ്റെ കുട്ടികളെ കല്യാണം കൊണ്ട് കഴിഞ്ഞോട്ടെ, എന്നിട്ട് നിസ്കാരങ്ങൾ തുടങ്ങുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ശരിക്ക് ഇത് ഒട്ടുമിക്ക ആളുകളുടെയും മനസ്സിൻ്റെ അവസ്ഥയാണ്. നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റേതായ ചില പരീക്ഷണങ്ങൾ നമ്മളിലേക്ക് സംഭവിക്കുമ്പോൾ പല ആളുകളും അതിൽ പരാജയപ്പെടണം. നമ്മുടെ ദുനിയാവിലാണോ അള്ളാഹിൻ്റെ പരീക്ഷണങ്ങളുടെ വിഷയത്തിൽ നമ്മൾ കൂട്ടി നോക്കുന്നത്?
നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ അള്ളാഹു പരീക്ഷിക്കും തന്നെ പറഞ്ഞത്, അല്ലെങ്കിൽ പരീക്ഷ ഉണ്ടാകും. ഒരു പക്ഷേ സമ്പത്ത് നൽകിക്കൊണ്ട് പരീക്ഷിക്കണം. ആളുകളുടെ ധാരണ എന്താണെന്നറിയോ? സമ്പത്തില്ലാതിരിക്കലാണ് പരീക്ഷണം. അല്ല, സമ്പത്ത് നൽകിക്കൊണ്ടും സമ്പത്ത് നൽകാതെയും പരീക്ഷിക്കും. മക്കളെ നൽകിക്കൊണ്ടും മക്കളെ നൽകാതെയും പരീക്ഷിക്കും. ഇപ്പം ചില ആളുകളുണ്ടാകും, കല്യാണം കഴിഞ്ഞ് 10 കൊല്ലമായി കുട്ടികളില്ല. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയാറില്ല, ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ്, ഒന്നും ആയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ പടച്ചോൻ്റെ ഒരു പരീക്ഷണം. കുട്ടികളല്ലാതെ പരീക്ഷിക്കുന്നു മാത്രമല്ല പറഞ്ഞിരിക്കണേ, അതിനേക്കാളല്ല പറഞ്ഞത് എന്താ? മക്കളെ നൽകിക്കൊണ്ട് പരീക്ഷിക്കുന്ന, സമ്പത്തില്ലാതെ പരീക്ഷിക്കും എന്നതിനേക്കാൾ സമ്പത്ത് നൽകിക്കൊണ്ട് പരീക്ഷിക്കുന്ന. അപ്പോൾ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ അതിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നല്ലോണം പേടിക്കേണ്ടത്. എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിൻ്റെ ചില പരീക്ഷണങ്ങൾ കൊണ്ട് മുഴുവൻ നഷ്ടപ്പെടും. നിങ്ങൾക്കറിയുമോ, ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വന്നവർ പ്രവാചകന്മാർ തന്നെയാണല്ലോ. അതിൽ നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു വ്യക്തിയാണ് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം. അയ്യൂബ് നബി അലൈഹിസ്സലാം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പേരക്കുട്ടിൻ്റെ കുട്ടിയാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം. ഈ അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിലുള്ള ചില പരീക്ഷണങ്ങളുണ്ട്. അദ്ദേഹം വലിയ സമ്പന്നനായിരുന്നു, വലിയ സമ്പന്നൻ. 4000-ലധികം ആടുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതുപോലെ ഒട്ടകങ്ങളുണ്ടായിരുന്നു, നാൽക്കാലികളുണ്ടായിരുന്നു, വലിയ കൃഷിയിടമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 7 ആൺമക്കളും 7 പെൺമക്കളും ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഈ വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് എന്ന് പറയുന്ന എല്ലാ ഭാഗവും പരീക്ഷണങ്ങളിലൂടെ വന്ന ആളാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന് ആദ്യം വന്നത് എന്താണെന്നറിയോ? അദ്ദേഹത്തിൻ്റെ മക്കൾ ഇങ്ങനെ നഷ്ടപ്പെടുക, മക്കൾ മരണപ്പെട്ടു പോവുക. ചരിത്രത്തിൽ കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ കാണാൻ പറ്റും. 7 മക്കൾ ഇങ്ങനെ ഇപ്പുറത്തും 7 മക്കൾ ഇപ്പുറത്തും, അങ്ങനെ അയ്യൂബ് നബി അലൈഹി സ്വലാമും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇങ്ങനെ ഇരിക്കുന്ന. അങ്ങനെയാണ് അവർ ഭക്ഷണം കഴിച്ചിരുന്നത്. എല്ലാവരും ഒരുമിച്ച് നല്ല സന്തോഷത്തോടു കൂടിയായിരുന്നു. പക്ഷെ അള്ളാഹിൻ്റെ പരീക്ഷണം വന്നു. അദ്ദേഹത്തിൻ്റെ 14 മക്കളും മരിച്ചു. മക്കളിലാണ് ആദ്യത്തെ പരീക്ഷണം. സമ്പത്തിലുള്ള പരീക്ഷണം പിന്നെ വരാൻ തുടങ്ങി. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം സ്വരുക്കൂട്ടി വച്ചിരുന്ന എല്ലാ നാൽക്കാലികളും ആടുകളും ഒട്ടകങ്ങളും എല്ലാം ചത്തുവിടാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ കൃഷിയിൽ നാശം വരാൻ തുടങ്ങി. അങ്ങനെ എല്ലാം കൊടുത്ത് ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി. അദ്ദേഹത്തിൻ്റെ 80-ാമത്തെ വയസ്സിലാട്ടോ അത് സംഭവിക്കുന്നത്. 80-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യൻ്റെ കയ്യിലുണ്ടായിരുന്ന സമ്പത്തുണ്ടായിരുന്നു, അതും തീർന്നു. ചരിത്രത്തിൽ കാണാൻ പറ്റും, അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ ശരീരത്തിലാണ് പിന്നെ പരീക്ഷണം വരുന്നത്. മക്കളിൽ വന്നു, സമ്പത്തിൽ വന്നു, പിന്നെ ശരീരത്തിൽ. അദ്ദേഹത്തിൻ്റെ ശരീരം ഇങ്ങനെ പൊട്ടിപ്പോകുന്ന രൂപം, ശരീരത്തിൽ നിന്നും മാംസകഷ്ണങ്ങൾ ഇങ്ങനെ ഉതിർന്നു വീഴുന്ന രൂപം, വല്ലാത്തൊരു വേദന. അയ്യൂബ് നബി അലൈഹി സ്വലാമക്ക് അവിടെ നിൽക്കാൻ കഴിയാതെ അദ്ദേഹം മറ്റൊരു ഭാഗത്തേക്ക് തൻ്റെ താമസം മാറ്റി. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ ഉറ്റ 2 സുഹൃത്തുക്കൾ മാത്രം. പിന്നീട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും, അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യ ജോലിക്ക് പോകാൻ തുടങ്ങി. അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ കയ്യിലുള്ള എല്ലാ സമ്പത്തും കഴിഞ്ഞു, ഭാര്യൻ്റെ കയ്യിലുള്ള സമ്പത്തും കഴിഞ്ഞു. കുടുംബ സ്വത്ത് എന്ന നിലക്കൊന്നുമില്ലാത്തൊരവസ്ഥ. ഭക്ഷണം കഴിക്കണമെങ്കിൽ ജോലിക്ക് പോകണം. അയ്യൂബ് നബി അലൈഹി സ്വലാം ആകട്ടെ രോഗിയാണ്. ഭാര്യ ജോലിക്ക് പോകാൻ തുടങ്ങി. ഒരു പ്രവാചകൻ്റെ ഭാര്യ മറ്റൊരാളുടെ വീട് പണിക്ക് പോകുക. അങ്ങനെ കിട്ടുന്ന പണവുമായിട്ട് അവർ വരും, അതിൽ ഭക്ഷണം വാങ്ങും. അയ്യൂബ് നബി അലൈഹി സ്വലാമും ഭാര്യയും അത് കഴിക്കും. ദിവസങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകാൻ തുടങ്ങി. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു വേദന അള്ളാഹിനോട് പറഞ്ഞില്ല. അതിനിടയിൽ ആ ഭാര്യ പറയുന്നൊരു വാചകം, നിങ്ങൾ ഒന്ന് റബ്ബിനോടൊന്ന് പ്രാർത്ഥിച്ചൂടെ നിങ്ങൾക്ക്. ആ സമയത്ത് അയ്യൂബ് നബി അലൈഹി സ്വലാം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, 80 കൊല്ലം നമുക്ക് അള്ളാഹു എല്ലാം നൽകിയില്ലേ? 80 കൊല്ലം നൽകിയില്ലേ? എന്നിട്ട് ചെറിയ ചില പരീക്ഷണങ്ങൾ വരുമ്പോഴേക്ക് നമ്മൾ അള്ളാഹുവിനോട് പരാതി പറയുകയാണോ? അത് വേണ്ട. പിന്നെയും കാലങ്ങൾ കഴിഞ്ഞു. 18 കൊല്ലമാണ് അയ്യൂബ് നബി അലൈഹി സ്വലാം രോഗിയായിട്ട് കിടന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഒന്ന് പരിശോധിക്കണം. നമുക്കൊരു പനി വന്നു, ഒരാഴ്ച പിടിച്ചു. 2ാമത്തെ ആഴ്ചയാകുമ്പോഴേക്ക് നമ്മൾ 2-3 ഡോക്ടർമാരെ കാണിച്ചിട്ടുണ്ടാകും. 2 ആഴ്ച പനിച്ച് കിടക്കുമ്പോഴേക്ക് നമ്മൾ പരാതിയുടെ പരിഭവങ്ങളുടെ കെട്ടടിക്കാൻ തുടങ്ങും. നമ്മൾ പറയും, എന്താണിത്, എന്ത് പനിയാണിത്, മാറണമില്ലല്ലോ അല്ലേ?
2 3 ആഴ്ചയല്ല, 2 3 മാസമല്ല, 2 3 വർഷമല്ല, 18 വർഷം അയ്യൂബ് നബി അലൈഹി സ്വലാം രോഗിയായിട്ട് കിടന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ജോലിക്ക് പോകുന്നത് പിന്നീട് അവിടുത്തെ ആളുകൾ അറിഞ്ഞു. അവർ പറഞ്ഞു, ഇനി ഭാര്യനോട് വരണ്ട. അവർ തീരുമാനിക്കണം ആരുടെ വീട്ടിലും ആ ഭാര്യനെ കയറ്റണ്ട. അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുടെ വരവ് നിന്നു. തികച്ചും ഒറ്റപ്പെട്ടു പോയ രംഗം ചരിത്രത്തിൽ കാണാൻ പറ്റും. അയ്യൂബ് നബി അലൈഹി സ്വലാം ഒരു ദിവസം ഭക്ഷണമൊന്നും ഇല്ലാതിരിക്കുക. അദ്ദേഹത്തിൻ്റെ ഭാര്യ അവരുടെ മുടി പകുതി മുറിച്ചിട്ട് അത് കൊണ്ടുപോയി വിറ്റു. അത് കൊണ്ടുപോയി വിറ്റു. അതിൽ കിട്ടുന്ന പണം എടുത്തുകൊണ്ട് ഭക്ഷണം വാങ്ങിക്കൊണ്ടുവന്നു. അയ്യൂബ് നബി അലൈഹി സ്വലാമൊക്കെ കൊടുത്തു. അയ്യൂബ് നബി ചോദിച്ചു, ഇത് എവിടുന്നാ? അവർ പറഞ്ഞു, അത് കിട്ടി. ആ ദിവസങ്ങളും കഴിഞ്ഞു. പിന്നീടും ഭക്ഷണമില്ലാത്തൊരവസ്ഥ. നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ, ഒരു പ്രവാചകൻ്റെ അവസ്ഥയാണ്. അയ്യൂബ് നബി അലൈഹി സ്വലാം പിന്നെയും ബുദ്ധിമുട്ടുന്നതോ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ചെന്നിട്ട് അവളുടെ മുടി മുഴുവനായി കൊണ്ട് മുണ്ഡനം ചെയ്തു. മുടി മുഴുവൻ മുറിച്ചു. അത് കൊണ്ടുപോയി വിറ്റ് അതിൽ കിട്ടുന്ന പണവുമായിട്ട് ഭക്ഷണം വാങ്ങി അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ വീട്ടിലേക്ക് വന്നു. അതുവരെ തട്ടമിടാതെയായിരുന്നു അയ്യൂബ് നബിയുടെ മുന്നിൽ നിന്നതെങ്കിൽ അയ്യൂബ് നബി ഇത് കാണരുതെന്ന് വിചാരിച്ചിട്ട് അവർ തട്ടമിട്ടിട്ടിരിക്കാൻ തുടങ്ങിയത്. വീട്ടിലും തട്ടമിട്ട് നിൽക്കുക. ഇത് കണ്ട അയ്യൂബ് നബി അലൈഹി സ്വലാം ചോദിക്കുകയാണ്, എന്താ നീ തട്ടമിട്ടിട്ടുള്ളതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഒന്നുമില്ല. വീണ്ടും ചോദിച്ചു. ആ തട്ടം മാറ്റാൻ വേണ്ടി പറഞ്ഞു. കുറച്ച് വിഷമത്തോടു കൂടിയാണെങ്കിലും അവരുടെ ഭാര്യ ആ ഒരു തട്ടം മാറ്റിയതും അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ നെഞ്ചു പൊട്ടുന്ന വേദനയാണ്. അതുവരെ പ്രാർത്ഥിക്കാതിരുന്ന അയ്യൂബ് നബി അലൈഹി സ്വലാം അവിടുന്ന് കണ്ണ് നിറഞ്ഞുകൊണ്ട് ഒരു പ്രാർത്ഥന നടത്തി. അവിടെ വെച്ചുകൊണ്ടാണ് അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥന. റബ്ബേ, എനിക്കിതാ ദുർറ് ബാധിച്ചിട്ടുണ്ട്, ഉപദ്രവം സംഭവിച്ചിട്ടുണ്ട്, പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അൻത അർഹമുർ റഹീമീൻ, നീ കരുണാവാരിധിയിൽ കരുണാവാരിധിയാണല്ലോ. ആ ഒറ്റ വാക്ക്, നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനയിൽ എവിടെയും അള്ളാഹുവേ എൻ്റെ രോഗം മാറ്റിത്തരണേ എന്നില്ല. ഇല്ല. ഇതിനാദാ റബ്ബഹു അന്നീ മസ്സനിയദ്ദുർറ് വഅൻത അർഹമുർ റഹീമീൻ. അത്രേ ഉള്ളൂ. എനിക്ക് പ്രയാസം ബാധിച്ചിട്ടുണ്ട്. ആ ഒരു വാചകം 18 കൊല്ലങ്ങൾക്ക് ശേഷമാണ് അയ്യൂബ് നബി അലൈഹി സ്വലാം അത് മാറാൻ വേണ്ടിയിട്ട് പറയുന്നത്. അല്ലെങ്കിലോ പരീക്ഷണമാണ്, അള്ളാൻ്റെ പരീക്ഷണമല്ലേ, ഞാൻ സഹിച്ചോളാം, റബ്ബിനിക്ക് ഇത്രയും തന്നില്ലേ. പ്രിയപ്പെട്ടവർ, അവിടെയാണ് നമ്മളൊക്കെ ആലോചിക്കേണ്ടത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില പരീക്ഷണങ്ങൾ വരുമ്പോഴേക്ക് അള്ളാഹുവിൻ്റെ ഏതെല്ലാം ഖദറിനെ നമ്മൾ നിഷേധിക്കാറുണ്ട്. എന്തെല്ലാം ആക്ഷേപങ്ങളാണ് നമ്മൾ പറയാറുള്ളത്. എന്താ എനിക്ക് മാത്രം ഇങ്ങനെ, ബാക്കിയുള്ള പല ആളുകളുണ്ട് അല്ലെ? ചില ആളുകൾക്ക് പറയുന്ന വാക്കാണ്. ദീനുള്ള ആളുകളാകുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരും. നമ്മുടെയൊക്കെ ധാരണ എന്താണെന്ന് അറിയും, നമ്മൾ നിസ്കരിക്കണതിനും നോമ്പെടുക്കണതിനൊക്കെ പ്രതിഫലം ഇവിടുന്ന് തന്നെ പഠിച്ചു തീരണം. അല്ല, അങ്ങനെയാണോ ശരിക്കും? അല്ലല്ലോ. നമ്മൾ നിസ്കരിക്കുന്നതിനുള്ള പ്രതിഫലം ഇവിടെ നിന്നാണെങ്കിൽ നമ്മുടെ നമസ്കാരം കഴിഞ്ഞിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഓരോ പള്ളിയുടെ മുറ്റത്തും ആ പള്ളിയുടെ സെക്രട്ടറി ഇങ്ങനെ നേരത്തെ വന്ന ആളുകൾക്ക് 1000, രണ്ടാമത്തെ സഫിലുള്ളവർക്ക് 500, മൂന്നാമത്തെ സഫിലുള്ളവർക്ക് 300 എന്ന് പറഞ്ഞിങ്ങനെ കൊടുക്കുകയാണെങ്കിലോ? അതല്ലല്ലോ ഉള്ളത്. ഇതിനൊക്കെയുള്ള പ്രതിഫലം എവിടെ? പരലോകത്തുള്ളത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദീനനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് അതൊരിക്കലും ദുനിയാവിൽ പരീക്ഷണം വരാതിരിക്കാനല്ല. ഈ ദുനിയാവിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരീക്ഷിക്കും തന്നെ പറഞ്ഞിട്ടുള്ളത്. വിശ്വാസികൾക്ക് പ്രത്യേകിച്ച് പരീക്ഷണം ഉണ്ടാകും. രണ്ടാമത്തെ ഒരു വിഷയം അതിലേക്ക് ചേർത്ത് വെച്ച് പറയേണ്ട കാര്യമാണ്, ഈ പരീക്ഷണങ്ങളൊക്കെ അള്ളാൻ്റെ തീരുമാനപ്രകാരം മാത്രമേ നടക്കുന്നുള്ളൂ. അള്ളാൻ്റെ തീരുമാനപ്രകാരമല്ലാതെ ഒന്നും നടക്കണില്ല. ഇപ്പം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? ആ അനുഭവിക്കുന്ന പ്രശ്നം, ആ അനുഭവിക്കുന്ന പ്രയാസം, ആ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, അത് നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പേ 50,000 കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉറപ്പല്ലേ? നമ്മൾ വിശ്വസിക്കുന്നില്ലേ? ഈ ലോകം സൃഷ്ടിക്കുന്നതിനും 50,000 കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാഹു എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഈ വരുന്നത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ, നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മളാകുന്ന സമയത്ത് തന്നെ നമ്മളിലേക്ക് ജീവൻ ഊതുന്നതിന് മുമ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നുള്ളത്. പിന്നെന്തിനാ നമ്മുടെ ബേജാറെന്താ? ഒരു വിശ്വാസി പിന്നെ എങ്ങനെ ബേജാറാവുക? നമുക്കിവിടെ ഈ NRCൻ്റെ വിഷയം, SIRൻ്റെ വിഷയം, ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇങ്ങനെ വരും. അപ്പം നമ്മൾ ആകെ ബേജാർ അല്ലേ? ആകെ ബേജാർ. എന്താ ബേജാർ? പഠിച്ചോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എൻ്റെ പേരിൽ ആ ഒരു എന്നുള്ളത് ഈന്നായിട്ടുണ്ട്, ആകെ ബുദ്ധിമുട്ടും, ഞാൻ പോകേണ്ടി വരുമോ? അല്ലേ? ഇതാ ബേജാർ.
സത്യത്തിൽ നമുക്ക് ഈ നാട്ടിൽ നിന്ന് പോകേണ്ടി വരുമോ എന്ന ബേജാറിൻ്റെ അത്ര പോലും ഈ ദുനിയാവെന്ന് പോകേണ്ടി വരുമോ എന്ന ചിന്തയല്ലല്ലോ അല്ലേ? നമ്മൾ ഈ ദുനിയാവെന്ന് പോകണല്ലോ. എങ്ങനെ? നമ്മുടേതെന്ന് പറയുന്ന എല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു യാത്ര. ഒരു പക്ഷേ ഈ നാട്ടിൽ നിന്ന് നമ്മളൊരു മറ്റൊരു നാട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇതുവരെ സമ്പാദിച്ച പലതും നമുക്ക് കൊണ്ടുപോകാം. നമ്മൾ ഇവിടുന്ന് ഗൾഫിലേക്ക് പോകുകയാണോ, നമ്മുടെ സമ്പത്തെടുത്ത് പോകാം. അമേരിക്കയിലേക്ക് പോകാണോ, നമ്മുടെ സമ്പത്തെടുക്കാം. എല്ലാം എടുക്കാം. എന്നാൽ ഒന്നും എടുക്കാൻ കഴിയാതെ നമ്മുടെ പേര് പോലും ഇല്ലാതെ ഒരു യാത്ര ഉണ്ട് ഇല്ലേ പ്രിയപ്പെട്ടവരെ? മരണമാകുന്ന യാത്ര. അവിടെ നമ്മുടെ സമ്പത്ത് ഇല്ല, അതിനൊന്നും എടുക്കണില്ല. നമ്മുടെ മക്കൾ ഉപകാരമല്ല, നമ്മുടെ പേര് പോലും നമുക്ക് ഉപകാരമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്താം. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് എല്ലാം സംഭവിക്കുന്നത് എന്ന ഒരു ബോധ്യപ്പെടൽ നമുക്കുണ്ടാവണം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു ആയത്തുണ്ട്, മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർള് വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. ഭൂമിയിലോ നിങ്ങളുടെ ദേഹങ്ങളിൽ തന്നെയോ യാതൊരു ആപത്തും ബാധിക്കുകയുണ്ടായിട്ടില്ല. അതിനെ നാം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഒരു രേഖയിൽ ഉൾപ്പെട്ട് കഴിഞ്ഞതായിട്ടല്ലാതെ എല്ലാം നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ടെൻഷനും നമുക്കുണ്ടാവില്ല. നമ്മുടെ മരണം എങ്ങനെയാണ്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം അബൂദാബിയിൽ വെച്ചുകൊണ്ടൊരു മരണം നടന്നു. അതിനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മദീനയിൽ വെച്ചുകൊണ്ട് മരണം നടന്നു. നമ്മുടെ കേരളത്തിലുള്ള ചില സഹോദരങ്ങൾ, അള്ളാഹു അവരുടെ എല്ലാം ഖബർ ജീവിതം നന്നാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, ഓരോ മരണ വാർത്തകൾ, ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ബേജാറുണ്ട്. സത്യത്തിൽ നമ്മൾ നമ്മുടെ വാഹനത്തിൽ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ വസ്ത്രം ധരിച്ചത്, നമ്മൾ ധരിച്ച നമ്മുടെ വസ്ത്രം നമ്മൾ തന്നെ അഴിക്കുമെന്ന് ഉറപ്പ് പറയാൻ നമ്മളിൽ എത്ര ആളുകൾക്ക് കഴിയും? ഒരാൾക്കും ഒരുറപ്പുമില്ല. നമ്മൾ വന്ന വാഹനം ഒരു പക്ഷേ തിരിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് എത്തണമെന്നില്ല. അതിനു മുമ്പേ വാഹനം ഇടിച്ച് ഒരു പക്ഷേ നമ്മൾ മരണപ്പെട്ട് ഇതുവരെ നമ്മുടെ വീടിൻ്റെ ഉമ്മറത്തേക്ക് വരാത്ത, നമ്മുടെ വീടിൻ്റെ മുറ്റത്തേക്ക് വരാത്ത ആംബുലൻസിലായിരിക്കും ഒരു പക്ഷേ നമ്മുടെ മയ്യത്ത് കൊണ്ടുപോകുന്നത്. ഇല്ല എന്ന് പറയാൻ കഴിയും നമുക്ക്? എത്ര ആളുകളുടെ മരണ വാർത്തകൾ അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു സുബ്ഹ് നമസ്കാരത്തിന് പോയതാണ് എൻ്റെ വല്യപ്പ. സുബ്ഹ് നമസ്കാരം കഴിഞ്ഞ് ഒന്ന് നടക്കാൻ വേണ്ടി പോയി, ഒരു ചായ കുടിച്ചിട്ട് വരിക എന്നുള്ള നിലയ്ക്ക് വീട് എത്തുന്നതിൻ്റെ ഒരു 100 മീറ്റർ അകലെ അവിടെ വെച്ചുകൊണ്ടാണ് ഒരു കാർ അപകടത്തിൽ അദ്ദേഹം മരണപ്പെടുന്നത്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. സുബ്ഹ് നമസ്കാരത്തിന് വേണ്ടി പോയ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് ഖബറടക്കം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ തിരിച്ചു വരുമ്പോഴാണ് ളുഹ്ർ ബാങ്ക് വിളിക്കുന്നത്. ഒരിക്കലും സുബ്ഹ് നമസ്കരിക്കുമ്പോൾ അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവില്ല ഇതെൻ്റെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാണെന്ന്. നമ്മളൊന്ന് മഗ്രിബ് നിസ്കരിച്ചു അല്ലേ? നമ്മൾ ആരെങ്കിലും നമ്മുടെ മനസ്സിൽ തോന്നിയിരുന്നോ ഇതെൻ്റെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാണെന്ന്? ഇല്ല. ഒരു പക്ഷേ അങ്ങനെയാണെങ്കിലോ, നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് പറ്റി നമ്മൾ മരിച്ചു പോകുകയാണെങ്കിലോ? എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കിക്കോ, ജീവിതത്തിൽ നമ്മളിപ്പോൾ ഭയപ്പെടുന്ന ഒന്നും യഥാർത്ഥ ഭയപ്പാടല്ല. നമ്മളെ ഇപ്പോൾ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യവും നമ്മുടെ പരലോകത്ത് ദുഃഖിപ്പിക്കുന്നതല്ല. പരലോകത്തിൽ ദുഃഖിപ്പിക്കുന്നത് വേറെ ചില കാര്യങ്ങൾ. ഇപ്പം ഇവിടുത്തെ ആകെ ബേജാറ് മക്കളുടെ കാര്യം, കുടുംബത്തിൻ്റെ കാര്യം, ജോലിൻ്റെ കാര്യം, വീടിൻ്റെ കാര്യം, ഇതൊക്കെയാണ് അല്ലേ? എന്നാൽ നമ്മുടെ പരലോകത്തിൻ്റെ അവസ്ഥ ഇതായിരിക്കും. അവിടെയാണ് നമ്മൾ രക്ഷപ്പെടേണ്ടത്. അവിടെ എങ്ങനെ മരിക്കുക എന്നുള്ളതല്ല, മരിക്കണ സമയത്ത് ഈമാനോടുകൂടി മരിക്കാൻ നമുക്ക് കഴിയണം, ധൈര്യപൂർവ്വം സ്വീകരിക്കാൻ കഴിയണം. നിങ്ങൾക്കറിയുമോ, ഇസ്ലാമിക ചരിത്രത്തിലെ സുന്ദരമായ ഒരു ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് മഹദിയായ മാഷിത്ത ബീവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഒരു പക്ഷേ ആ പേര് കേട്ടവർ ചുരുക്കമായിരിക്കും. ഫിർഔനിൻ്റെ കാലത്ത് ജീവിച്ച ഒരു സ്ത്രീയാണ് മാഷിത്ത. ആ മാഷിത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്രം വിശദീകരിക്കുന്നത് നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅറാജ് യാത്ര ഇങ്ങനെ പോവുകയാണ്. ആ യാത്ര ഇങ്ങനെ പോകുമ്പോൾ ആകാശലോകത്തു കൂടി ഇങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നല്ല ഒരു സുഗന്ധം കിട്ടാൻ തുടങ്ങി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൂടെയുള്ള ജിബ്രീലിനോട് ചോദിച്ചു, എന്താണ് ആ ഒരു സുന്ദരമായ നല്ല സുഗന്ധം കിട്ടുന്നുണ്ടല്ലോ, അതെന്താണ്? മാ ഹാദിഹി റായിയത്തു ത്വയ്യിബ, ആ സുന്ദരമായ സുഗന്ധം എന്തിൻ്റേതാണെന്ന് ചോദിച്ചു. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഹാദിഹി റായിയത്തു മാഷിയ, ഇത് മാഷിയയുടെ സുഗന്ധമാണ്, മാഷിയയുടെയും അവരുടെ മക്കളുടെയും സുഗന്ധമാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വമാ ശഅനുഹാ, അവൾക്ക് എന്താ പറ്റിയത്?
ഈ മാഷിത്ത എന്ന് പറയുന്ന സ്ത്രീക്ക് എന്തു പറ്റി? ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ് ഒരു ചരിത്രം. ഫിർഔനിൻ്റെ പെൺകുട്ടികൾക്ക് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാനായി ഏൽപ്പിക്കപ്പെട്ട ആളായിരുന്നു മാഷിത്ത. അങ്ങനെ ഒരു ദിവസം ഫിർഔനിൻ്റെ ഒരു പെൺകുട്ടിയുടെ മുടി ഇങ്ങനെ ചീകിക്കൊണ്ടിരിക്കുകയാണ് മാഷിത്ത. ഹദീസിൽ കാണുവാൻ സാധിക്കും, ആ സമയത്ത് പെട്ടെന്ന് മാഷിത്തയുടെ കയ്യിൽ നിന്നും ആ ഒരു ചീർപ്പ് അത് താഴേക്ക് വീണു. താഴേക്ക് വീണപ്പോൾ ഉടനെ മാഷിത്ത ബിസ്മില്ല എന്ന് പറഞ്ഞിട്ടെടുത്തു. ബിസ്മില്ല എന്ന് പറഞ്ഞിട്ടെടുത്തു. ഉടനെ ഫഖാലത് ലഹാ ഇബ്നതു ഫിർഔൻ, ഫിർഔനിന്റെ മകൾ ചോദിച്ചു, അബി, നിങ്ങൾ ബിസ്മില്ല എന്ന് പറഞ്ഞത് എൻ്റെ വാപ്പാൻ്റെ പേരാണോ ഉദ്ദേശിച്ചത്? ആ സമയത്ത് മാഷിത്ത പറയാണ്, ലാ, അല്ല, വലാകിൻ റബ്ബി വറബ്ബു അബീകില്ല. ഞാൻ പറഞ്ഞത് എൻ്റെ റബ്ബും നിന്റെ വാപ്പാൻ്റെ റബ്ബൊക്കെ ആയിട്ടുള്ള അള്ളാൻ്റെ പേരാ ഉച്ചരിച്ച്. ഇത് പറഞ്ഞു. ഉടനെ ആ പെൺകുട്ടി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഉഖ്ബിർഹു ബിദാലിക്, ഞാൻ ഈ കാര്യം വാപ്പാനോട് പറയട്ടെ. നിങ്ങൾ വാപ്പയിൽ വിശ്വസിക്കുന്നില്ല, അള്ളാഹുവിലാണ് വിശ്വസിക്കുന്നത് എന്ന് ഞാൻ വാപ്പനോട് പറയട്ടെ. നമ്മളാണെങ്കിൽ എന്താ പറയുക? ഉണ്ടോ, അറിയാതെ പറ്റിപ്പോയതാണ്, എൻ്റെ മനസ്സിൽ വെച്ചോളാം, ഞാൻ ഒന്നും പറയരുത്, അല്ലേ? നമ്മളെ ഈമാൻ അത്രയേ ഉള്ളൂ. പക്ഷേ മാഷിത്ത ബീവി പറയുന്നത് കേട്ടോ, അവർ പറയാണ്, നഅം, നീ പറഞ്ഞോ, ഒരു പ്രശ്നമില്ല. അങ്ങനെ ഈ പെൺകുട്ടി നേരെ പോവുകയാണ്. ഫിർഔനിനോട് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഫിർഔൻ അവിടെ വന്നു. എന്നിട്ട് പറഞ്ഞു, യാ ഫുലാന വ ഇന്ന ലകി റബ്ബൻ ഗൈരി, അല്ല പെണ്ണേ, ഞാനല്ലാത്ത മറ്റൊരു റബ്ബ് നിനക്കുണ്ട് എന്നാണോ നീ പറയണത്? ആ സമയത്ത് മഹദിയായ മാഷിത്ത റളിയല്ലാഹു അൻഹ പറയാണ്, റബ്ബി വ റബ്ബുകല്ലാഹ്, എൻ്റെയും നിൻ്റെയും റബ്ബായിട്ടുള്ള അള്ളാനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ റബ്ബുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹദീസിൽ കാണാൻ കഴിയും, ആ സമയത്ത് ഫിർഔൻ കൽപ്പിക്കുകയാണ് വലിയ ഒരു കലം കൊണ്ടുവരാൻ, ഒരു പാത്രം കൊണ്ടുവരാൻ. ആ പാത്രം മുഴുവൻ എണ്ണയിട്ട് തിളപ്പിക്കാൻ തുടങ്ങി. എന്നിട്ട് ഫിർഔൻ പറയാണ്, മാഷിത്ത, നിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് നിന്റെ ഈ മക്കളെ ഓരോരുത്തരെയും ഞാൻ ഇതിലേക്കിടും, അവസാനം നിന്നിടും. മാഷിത്ത പറഞ്ഞു, ആയിക്കോട്ടെ. ആ ഉമ്മ നോക്കി നിൽക്കേ, മാഷിത്ത ബീവി നോക്കി നിൽക്കേ, അവരുടെ മക്കളെ ഓരോരുത്തരായി അതിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ തുടങ്ങി. ഉടനെ മാഷിത്ത ബീവി പറയാണ്, എനിക്ക് നിങ്ങളോട് ഒരു വസിയത്തുണ്ട്, മരിക്കുന്നതിന് മുമ്പ് എനിക്കൊരു വസിയത്തുണ്ട്. എന്നെയും എൻ്റെ മക്കളെയും കൊന്നുകഴിഞ്ഞാൽ ഞങ്ങളെ എല്ലാവരെയും ഒരു തുണിയിൽ ആക്കിക്കൊണ്ട് ഒരു ഖബറിൽ നിങ്ങൾ കുഴിച്ചിടണം, ഒരൊറ്റ ഖബറിലേക്കാക്കണം. ആ സമയത്ത് ഫിർഔൻ പറഞ്ഞു, തീർച്ചയായും നിൻ്റെ ഈ ഒരാഗ്രഹം ഞാൻ പൂർത്തീകരിച്ചു തരും. ഹദീസിൽ കാണാൻ പറ്റും, ആ ഉമ്മ നോക്കി നിൽക്കേ ആ ഉമ്മയുടെ ഒന്നാമത്തെ കുട്ടിയെ അതിലേക്കിട്ടു. ആ കുട്ടി അലറിക്കരഞ്ഞു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് ആ കുട്ടി വെന്ത് വെണ്ണീറാകുന്നൊരവസ്ഥയാണ്, അത് പുറത്തേക്കൊണ്ട് വന്നു. രണ്ടാമത്തെ കുട്ടി ഇട്ടു. ഇതൊക്കെ മാഷിത്ത ബീവി ഇങ്ങനെ കാണാണ്, സ്വന്തം കുട്ടിനെങ്ങനെ ഇടുന്നത്. അവസാനം മാഷിത്ത ബീവിക്ക് ചെറിയൊരു കുട്ടി ഉണ്ടായിരുന്നു, മുലപ്പാൽ കൊടുക്കുന്ന പ്രായത്തിലുള്ളൊരു കുട്ടി. ആ കുട്ടി ഇങ്ങനെ ഒക്കത്തിരിക്കുക. ഭടന്മാർ വന്നിട്ട് ആ കുട്ടീനെങ്ങനെ വലിച്ചപ്പോൾ മാഷിത്ത എന്ന് പറയുന്ന ഉമ്മാൻ്റെ മനസ്സൊന്ന് വേദനിച്ചു, അവരൊന്ന് ബലം പിടിച്ചു. ആ സമയത്താണ് ആ കുട്ടി പറയുന്നത്, ഉമ്മ, നിങ്ങളൊരു ബേജാറും വേണ്ട, നിങ്ങളൊരു ബേജാറും വേണ്ട, നിങ്ങൾ ധൈര്യത്തിൽ അതിലേക്ക് ചാടിക്കും, അള്ളാൻ്റെ സഹായം ഉണ്ടാകും. മാഷിത്ത ബീവി ആ കുട്ടിയെയും എടുത്തുകൊണ്ട് അതിലേക്ക് ചാടിയിരുന്നു. ആ ഒരു മാഷിത്ത ബീവിൻ്റെ ചരിത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം അത് പറഞ്ഞത് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരാണ്. ആ ഒരു ഹദീസിൻ്റെ അവസാനത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ചെറിയ പ്രായത്തിൽ സംസാരിച്ച 4 കുട്ടികളുടെ കൂട്ടത്തിൽ ഒന്ന് ഈ മാഷിത്തയുടെ കുട്ടിയാണ്. ഇനി ചരിത്രം വിശദീകരിക്കാനുള്ള കാരണം, അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മളെങ്ങനെ മരിക്കുക എന്നുള്ളതിൽ ബേജാറില്ല, നമ്മളാകെ ബേജാറാവേണ്ടത്രേ ഉള്ളൂ. വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ, മുസ്ലിമായിക്കൊണ്ടല്ലാതെ മരിക്കല്ലേ. ആ ഒരു വാചകത്തിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. മൂന്നാമത്തെ വിഷയം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വിഷമങ്ങളും ദുഃഖങ്ങളും കടന്നു വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് സംഭവിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മിൽ നിന്നും ഒരിക്കലും മാറിപ്പോകില്ല. നമ്മുടെ ഖദറിൽ അള്ളാഹു വിധിച്ചത് ഒരിക്കലും മാറ്റാൻ നമുക്ക് കഴിയൂല. നിങ്ങൾക്ക് 30-ാമത്തെ വയസ്സിലൊരു കുട്ടിയുണ്ടായി, 31-ാമത്തെ വയസ്സിൽ ആ കുട്ടി മരിച്ചു, നിങ്ങളുടെ 31-ാമത്തെ വയസ്സിൽ ആ കുട്ടി മരിച്ചു എന്നാണെങ്കിൽ ആ മരിക്കുക എന്നുള്ളത് അള്ളാഹു എന്നോ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കുട്ടിയുടെ രേഖയിലുമുണ്ട്, നമ്മുടെ രേഖയിലുണ്ട്. അപ്പം എന്ത് നോക്കിക്കഴിഞ്ഞാലും ഈ രേഖയിലില്ലാത്തൊന്നും വരുന്നില്ല. അള്ളാഹിൻ്റെ തീരുമാനപ്രകാരവും
അള്ളാഹുവിൻ്റെ ഉദ്ദേശമനുസരിച്ചും മാത്രമേ ഇത് സംഭവിക്കുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അള്ളാഹു വിധിച്ചതല്ലാതെ ഒന്നും സംഭവിക്കില്ല. നമ്മൾ നിസ്കാരം കഴിഞ്ഞപ്പോഴേ നടത്തിയൊരു പ്രാർത്ഥന ഉണ്ട്. ഒരു പക്ഷേ ഇപ്പോഴും ആ പ്രാർത്ഥനയുടെ ഗൗരവം അറിയാത്തവരാണ് കുറേ ആളുകൾ. നമ്മളെല്ലാവരും നിസ്കാരം കഴിഞ്ഞ് നടത്തുന്ന ഒരു പ്രാർത്ഥനയിൽപ്പെട്ടതാണ് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത. കേട്ടിട്ടില്ലേ? നമ്മളെല്ലാവരും ചൊല്ലാറുണ്ട്. എന്താണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ മാനിഅ ലിമാ അഅതൈത, നീ നൽകിയത് തടുക്കാൻ ഒരാൾക്കും കഴിയൂല. വലാ മുഅതിയ ലിമാ മനഅത, നീ തടുത്തത് തരാനും ഒരാൾക്ക് കഴിയൂല. ഇതൊരു വിശ്വാസിയുടെ മനസ്സിലുണ്ടെങ്കിൽ ഓൻ പിന്നെ പറയോ എൻ്റെ ആ കുട്ടിൻ്റെ കല്യാണം മുടക്കിയത് മറ്റൊരാട്ടോ? അത് പറയില്ല. കാരണം എന്താ? അവർ മുടക്കിയാലും ഇല്ലെങ്കിലും എൻ്റെ കുട്ടിൻ്റെ കല്യാണം 21ാമത്തെ വയസ്സിലാണോ അത് നടക്കും, അത് 25ാമത്തെ വയസ്സിലാണോ അത് നടക്കും. അല്ല 30 കഴിഞ്ഞിട്ടും അവന് വിവാഹം നടക്കൂല എന്നാണോ? അങ്ങനെ തന്നെയാണ്. അള്ളാഹു വിധിച്ചതേ നടക്കുള്ളൂ. ഇതിൽ വീടില്ലാത്ത ആളുകളുണ്ടാവും. ഒരു പക്ഷേ പലപ്പോഴും ഭാര്യമാർ ഏറ്റവും കൂടുതൽ ഭർത്താക്കന്മാരോട് പറയുന്നൊരു വാക്കുതാ, പ്രത്യേകിച്ച് തറവാട്ടിലൊക്കെ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു വീട് ഇനി വാടകക്കായാലും കുഴപ്പമില്ല എന്നൊക്കെ പറയും. സത്യത്തിൽ ഒരു വീട് വേണം, വേണ്ട എന്നല്ല ഞാൻ പറയണത്. പക്ഷെ നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയും? നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനക്കനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യും. അള്ളാൻ്റെ ഖദറിൽ അള്ളാഹു നമുക്കൊരു വീട് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടുകയും ചെയ്യും. എൻ്റെ പരിചയത്തിലുള്ള ഒരാൾ, അദ്ദേഹം പലപ്പോഴും എന്നോട് പറയാറുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു തൊഴിലും കൊടുക്കണില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഭാര്യ ഇങ്ങനെ പറയും, നമുക്കൊരു വീടില്ല, ഈ തറവാട്ടിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ, ഈ ജ്യേഷ്ഠനും അനിയനും അവരുടെ മക്കളും ഒക്കെ കൂടിയായിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് ഇങ്ങനെ അതായതുകൊണ്ട് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയും ഒരു തൊഴിലും കിട്ടില്ല. ഞാൻ എന്നാലും ഭാര്യനോട് പറയുന്നതെന്നറിയും, അള്ളാഹു നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടും. ഇത് എനിക്ക് തോന്നുന്നത് ഒരു 10 കൊല്ലങ്ങൾക്ക് മുമ്പായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 10 കൊല്ലങ്ങൾ കഴിഞ്ഞ് ഏകദേശം അദ്ദേഹത്തിന് 2 വീടുകളപ്പുള്ളത്. 2 വീടുകൾ, അത് വെറുതെ പറയല്ല, അദ്ദേഹത്തിന് 2 വീടുകളുണ്ട്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിധിച്ചിട്ടുണ്ടോ അത് കിട്ടുന്നേ ചെയ്യും. നമ്മളെന്താണെന്ന് വെച്ചാൽ ധൃതി വെക്കരുത്, ധൃതി കൂട്ടുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. ചില ആളുകളുടെ പ്രാർത്ഥന തന്നെ അങ്ങനെയാണ്, എനിക്കത് കിട്ടിയില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ചില ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥനയിൽ ധൃതി കാണിക്കരുത് എന്ന് പറഞ്ഞു. എന്താ പ്രാർത്ഥനയിലുള്ള ധൃതി? പ്രാർത്ഥനയിൽ ധൃതി കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ചില ആളുകൾ പറയലാണ്, ജഅഉതു റബ്ബി ഫലം യുസ്തജബ് ലി, ഞാൻ എൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു പക്ഷേ എനിക്കുത്തരം കിട്ടിയില്ല. ഇങ്ങനെ പറയാത്തിടത്തോളം കാലം അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. അപ്പം നമ്മളങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നാൽ നമ്മൾ തിരുത്തണം. ചില ആളുകൾ പറയണം, ദഅഉതു റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു, ഞാൻ വീട് ചോദിച്ചു, ഞാൻ വാഹനം ചോദിച്ചു, നല്ല ജോലി ചോദിച്ചു, എനിക്കൊന്നും കിട്ടിയില്ല. ഞാൻ എത്ര കാലമായി, 5 കൊല്ലമായി 10 കൊല്ലമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. എങ്കിൽ പ്രിയപ്പെട്ടവർ അങ്ങനെ പറയരുത് എന്നാണ് പറഞ്ഞ്. കിട്ടിയിട്ടില്ല എന്ന് പറയാൻ പാടില്ല. നമ്മൾ ചോദിച്ചോളി. ആ ചോദിച്ചാൽ തരാൻ കഴിയുന്നവനാണോ നമ്മുടെ റബ്ബ്? നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തരാൻ കഴിയുന്നവനാണോ നമ്മുടെ റബ്ബ്? എങ്കിൽ നമ്മൾ ബേജാറാവണ്ട. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരത്തിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. മഹാനായ യൂനുസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം. വിശുദ്ധ ഖുർആനിൽ 4 തവണയാണ് യൂനുസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പേര് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പേരായിക്കൊണ്ട് തന്നെ യൂനുസ് ബിൻ മത്ത എന്നും, അതുപോലെ യൂനുസ് ബിൻ മത്ത എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും, അതുപോലെ തന്നെ യൂനുസ്, ദുന്നൂൻ, സാഹിബുൽ ഹൂത്ത് എന്നൊക്കെ വിശുദ്ധ ഖുർആനിലും അദ്ദേഹത്തെക്കുറിച്ച് പരാമർശിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം നീനവ എന്ന് പറയുന്ന പ്രദേശത്തേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ നിയോഗിച്ചത്. കുറേ കാലം അദ്ദേഹം ജനങ്ങളെങ്ങനെ വിളിച്ചു. ആളുകളുടെ സ്വഭാവം എന്താ? ദീന് സ്വീകരിക്കുക എന്നുള്ളത് പ്രയാസമാണ്. അതുകൊണ്ട് അവരെല്ലാവരും അദ്ദേഹത്തെ കളിയാക്കാൻ തുടങ്ങി. ആരും സ്വീകരിച്ചില്ല. അവസാനം അദ്ദേഹം ദേഷ്യപ്പെട്ടുകൊണ്ട് ആ നാട് വിട്ടുപോവുകയാണ്. ആ നാട് വിട്ടിട്ട് അദ്ദേഹം വിചാരിക്കണം എന്താണെന്ന് വെച്ചാൽ മറ്റൊരു നാട്ടിൽ പോയിട്ട് സ്വസ്ഥമായി ജീവിക്കാം. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയാൻ, വദന്നൂൻ ഇദ് ദഹബ മുഗാദിബാ, ദുന്നൂനെയും നിങ്ങൾ ഓർക്കണം, അദ്ദേഹം ദേഷ്യപ്പെട്ടുകൊണ്ട് പോയ സമയം, ഫദന്ന അല്ലൻ നഖ്ദിറ അലൈഹി, അദ്ദേഹം വിചാരിച്ചു അദ്ദേഹത്തിന് ഒരു നെരുക്കുണ്ടാവൂല, ഒരു പ്രയാസമില്ലാതെ അങ്ങനെ സ്വസ്ഥമായി സമാധാനപൂർണ്ണമായിട്ട് അള്ളങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് വിചാരിച്ചു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? അദ്ദേഹത്തെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു.
നമ്മൾ ആ ചരിത്രം കേട്ടിട്ടുണ്ട്. ഞാൻ സമയത്തിൻ്റെ ദൈർഘ്യം കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ആ ഒരു ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും, യൂനുസ് നബി അലൈഹി ഇസ്ലാം തൻ്റെ നാട് വിട്ടിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകുമ്പോൾ അദ്ദേഹം കയറിയ കപ്പലിൽ വലിയ തിരമാലകൾ വന്നടിക്കുകയും ആ കപ്പലിൽ നിന്ന് ഒന്നുകിൽ ആളുകളെ അതിൽ നിന്ന് മാറ്റുകയോ അല്ലെങ്കിൽ ചില ദുശ്ശകുനങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടോ മറ്റോ അദ്ദേഹത്തെ അവിടുന്ന് ഒഴിവാക്കുകയും ചെയ്തു. ഇതൊക്കെ പണ്ഡിതന്മാർ ചരിത്രത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ ഓരോ ചരിത്രം പറയുന്നില്ല. ആദ്യം നറുക്കിട്ടുന്ന ഇത് നാളെ ആരെ ഒഴിവാക്കണം എന്ന വിഷയത്തിൽ, അല്ലെങ്കിൽ ആരാണ് ഇതിലൊരു ദുശ്ശകുനമെന്ന ആ ഒരു ചിന്തയിൽ ആളുകൾ ഇങ്ങനെ നറുക്കിട്ടപ്പോൾ അതിൽ പേര് വന്നത് യൂനുസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പേരാണ്. ആ കപ്പലിൽ നിന്ന് ആളെ ഒഴിവാക്കേണ്ട വിഷയത്തിൽ. അപ്പോൾ നോക്കുമ്പോൾ യൂനുസ് നബി എന്ന് പറഞ്ഞാൽ കാണാൻ നല്ലൊരു ഈമാനുള്ളൊരു മനുഷ്യൻ എന്നറിയില്ലേ. അപ്പോൾ അവർ പറഞ്ഞു, അല്ല അദ്ദേഹം വേണ്ട, വേറെ നമുക്ക് നോക്കാം, ഒന്നും കൂടിയും ഒന്ന് നറുക്കിടാറ്. അങ്ങനെ രണ്ടാമത്തെ നറുക്കിട്ടു, അപ്പോഴും അദ്ദേഹത്തിൻ്റെ പേരാണ്. മൂന്നാമത്തെ നറുക്കിട്ടു, അപ്പോഴും യൂനുസ് നബിൻ്റെ പേര്. അപ്പോൾ പിന്നെ ഉറപ്പായി ഇനി അദ്ദേഹത്തെ എന്തായാലും മാറ്റണം. ഒന്നുകിൽ അദ്ദേഹത്തെ താഴേക്കിട്ടു, അല്ലെങ്കിൽ അദ്ദേഹം അവിടെ നിന്ന് ചാടി. യൂനുസ് നബി അലൈഹി ഇസ്ലാം കടലിൽ അകപ്പെട്ടു. വലിയ ഒരു മത്സ്യം വന്നിട്ട് യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ വിഴുങ്ങണം. ഈ ഒരു സംഭവത്തെക്കുറിച്ച് അള്ളാഹ് പറയാണ്, ഫനാദാ ഫിദ്ദുലുമാത്ത്, ലുലുമാത്തുകളിൽ വെച്ചുകൊണ്ട് അദ്ദേഹം അള്ളാഹിനെ വിളിച്ചു. ലുലുമാത്ത് എന്ന് പറഞ്ഞാൽ ഇരുട്ടുകൾ എന്നാ വാക്ക്. രാത്രിയുടെ ഇരുട്ട്, കടലിൻ്റെ അന്ധകാരത്തിൻ്റെ ഇരുട്ട്, ആ മത്സ്യത്തിൻ്റെ വയറിൻ്റെ ഇരുട്ട്, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ആ പ്രയാസങ്ങളുടെ ഇരുട്ട്, ഇങ്ങനെ 4 ഇരുട്ടുകളാണ് പണ്ഡിതന്മാർ എണ്ണിയത്. അത്രയേറെ ഇരുട്ടുകളിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഈ ഒറ്റ വാക്ക്, ഈ വാക്കിൻ്റെ പ്രത്യേകത കേട്ടോളിയേ, ഈ വാക്കിൻ്റെ പ്രത്യേകത കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതേ വാചകം വെച്ചുകൊണ്ട് പറയാണ്, ഈ ഒരു വാക്ക് ഒരാൾ ഉച്ചരിച്ചിട്ട് എന്തു പ്രാർത്ഥിച്ചാലും അള്ളാഹു ഉത്തരം നൽകും. ഹദീസാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ആ ഒരു വാക്ക്, യൂനുസ് നബി അലൈഹി ഇസ്ലാം നടത്തിയിട്ടുള്ള ആ ഒരു പ്രാർത്ഥന, അത് നിർവഹിച്ചിട്ട് ആ ഒരു പ്രാർത്ഥന ചൊല്ലിയിട്ട് പിന്നെ എന്ത് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാരണം എന്താണെന്നറിയോ? യൂനുസ് നബി അലൈഹി ഇസ്ലാം അത് പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു രക്ഷപ്പെടുത്തിയ ഒരു രംഗമുണ്ട്. സമുദ്രത്തിൻ്റെ നടുവിൽ, ആഴത്തിൽ, ഒരു വലിയ മത്സ്യത്തിൻ്റെ വയറ്റിൽ ഒരിക്കലും രക്ഷപ്പെടാൻ ഒരു സാധ്യത പോലുമില്ല. നമ്മൾ പറയുകയാണെങ്കിൽ 1% പോലും രക്ഷപ്പെടാൻ സാധ്യതയില്ല. ഒരാൾ തികച്ചും നിരാശനാകുന്ന സമയമാണത്. തികച്ചും നിരാശനാകും. ഇനിയിപ്പോൾ എന്താ, ഇനി എന്ത് പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യമുള്ളത് അല്ലേ? നമ്മളൊക്കെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് ആലോചിക്കണേ. നമ്മൾ അങ്ങനത്തെ ഒരു സ്ഥലത്തിൽ കുടുങ്ങിയെന്ന് വിചാരിച്ചു, നമ്മളെന്താ പ്രാർത്ഥിച്ചിട്ട്, ഇതിപ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഇപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് വന്നിട്ട് ഇപ്പോൾ എന്താ കാര്യം? മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നു, അപ്പോൾ വേറെ മത്സ്യം വിഴുങ്ങും, അല്ലെങ്കിൽ വെള്ളം കുടിച്ചു മരിക്കും, അല്ലെങ്കിൽ വേറെ എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് എന്തായാലും എത്തൂല. എന്തായാലും എൻ്റെ ജീവിതം കഴിഞ്ഞു. നിരാശയുടെ വാക്കുകൾ വരേണ്ട സമയം. പക്ഷേ യൂനുസ് നബി അലൈഹിസ്സലാം പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചത് എങ്ങനെയെന്നറിയോ? ആ ഒരു മത്സ്യത്തെ തന്നെ ഒരു നാട്ടിലേക്ക് കൊണ്ടുപോയി. ആ നാട്ടിലേക്ക് കൊണ്ടുപോയ ആ മത്സ്യം യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ പുറത്തേക്ക് തള്ളി. അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിലേക്കല്ല പോയത്, മറ്റൊരു നാട്ടിലേക്ക്. ചരിത്രത്തിൽ കാണാൻ പറ്റും, അദ്ദേഹത്തിൻ്റെ ശരീരമാസകലം പൊള്ളലേറ്റ പാടുകളുണ്ടായിരുന്നു. ഈ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നുള്ള ചിലതരം ആസിഡുകൾ പോലുള്ളത് തട്ടിയിട്ട് അദ്ദേഹത്തിന് പൊള്ളലിട്ടിട്ടുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല ആ മത്സ്യത്തിന് കൽപ്പന കൊടുത്തത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പൊള്ളലേറ്റ ഭാഗം പരിഹരിക്കാനുള്ള മരുന്ന് കിട്ടുന്ന നാട്ടിലേക്കാണ് ഈ ഒരു മത്സ്യം കൊണ്ടുപോകുന്നത്. അങ്ങനെ അവിടെ ചികിത്സ കഴിഞ്ഞു. ആ നാട്ടിൽ ചികിത്സ കഴിഞ്ഞ് പിന്നെ അദ്ദേഹം തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു ചെല്ലുകയാണ്. വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും, അല്ലാഹു സുബ്ഹാനഹു തആല ശിക്ഷകളുമായി വന്നിട്ട് ഒരു സമൂഹത്തെ നശിപ്പിക്കാനായി ശിക്ഷ പറഞ്ഞയച്ചിട്ട് അത് നശിപ്പിക്കാതെ അള്ളാഹു വെറുതെ വിട്ട ഒരൊറ്റ സമൂഹമുള്ളൂ. അത് യൂനുസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹമാണ്. ഒരൊറ്റ സമൂഹം. വിശുദ്ധ ഖുർആനിലുള്ള സംഭവമാണ്. യൂനുസ് നബി അലൈഹി ഇസ്ലാം ആ നാട് വിട്ടുപോയ സമയത്ത് തന്നെ അള്ളാഹു വലിയ ഒരു പരീക്ഷണം ആ നാട്ടിലേക്ക്, നീനവ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് അയച്ചു. അവരുടെ നാടിങ്ങനെ ഒരു വലിയ കാർമേഘം മൂടാൻ തുടങ്ങി. ആളുകൾ ആദ്യമൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ അവർക്കൊന്നും തോന്നിയില്ല. പക്ഷെ അതിങ്ങനെ മൂടി വരുന്നത് കണ്ടപ്പോൾ അവർക്ക് ബേജാറായി. അവരെല്ലാവരും ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടിയതാണ്. വലിയ ഒരു ഗ്രൗണ്ടിലേക്ക് വന്നു.
അവിടെയുള്ള ആളുകൾ മാത്രമല്ല, അവിടെയുള്ള ജീവജാലങ്ങളെ വരെ, അവരുടെ വളർത്തു മൃഗങ്ങളെ വരെ കൊണ്ടുവന്നു. അവിടെ വെച്ചുകൊണ്ട് അവർ പ്രാർത്ഥിച്ചു, അള്ളാഹിനോട് തൗബ ചെയ്തു. വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും, അവരുടെ ആ ഒരു തൗബ അള്ളാഹു ശിക്ഷ പറഞ്ഞയച്ചിട്ട് തിരിച്ചു വിളിച്ചത് ഒരൊറ്റ സമൂഹത്തിൽ മാത്രം. ബാക്കി ഒരാളെയും വിട്ടിട്ടില്ല. ബാക്കി എല്ലാവരും ആ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ യൂനുസ് നബി അലൈഹിസ്സലാം തൻ്റെ ഈ പ്രയാസങ്ങളൊക്കെ മാറി തൻ്റെ നാട്ടിലേക്ക് ചെന്നപ്പോൾ കാണുന്ന കാഴ്ച, 100,000-ൽ പരം ആളുകൾ അദ്ദേഹത്തിൻ്റെ അനുയായികളായിട്ടുണ്ടായിരുന്നു. 100,000-ൽ പരം ആളുകൾ. അവരെല്ലാവരും സന്തോഷത്തോടുകൂടി അദ്ദേഹത്തെ സ്വീകരിച്ച്, അദ്ദേഹം പറഞ്ഞ ദീനിയായ കാര്യങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന അവസ്ഥയുണ്ടായത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, ഈ യൂനുസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നമുക്കൊരു ഗുണപാഠമുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഏതൊരു പരീക്ഷണം വരികയാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പരീക്ഷണങ്ങളിൽ നിന്ന് ഓടിയൊളിക്കാൻ യൂനുസ് നബി അലൈഹി സ്വലാം നോക്കിയപ്പോൾ അള്ളാഹു അതിലേറെ വലിയ ഒരു പരീക്ഷണത്തിലേക്കാണ് എത്തിച്ചത്. അള്ളാഹിൻ്റെ വിധിയിൽ നിന്ന് മാറിപ്പോകാൻ നമുക്ക് കഴിയൂല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അത് അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ചാണ് എന്ന ബോധ്യപ്പെടൽ നമുക്കുണ്ടാകുക. നാലാമത്തെ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ. ജീവിതത്തിൽ ദുഃഖങ്ങളും പരീക്ഷണങ്ങളും പ്രയാസങ്ങളുണ്ടോ എങ്കിൽ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ അങ്ങേയറ്റത്തെ ഒരു പ്രതീക്ഷ നമ്മളിൽ ഉണ്ടാകുക എന്നുള്ളത്. ഇതൊക്കെ മാറ്റിത്തരാൻ അള്ളാഹ്ക്ക് കഴിയും. ഞാനിപ്പോൾ അനുഭവിക്കുന്ന എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും, എത്ര വലിയ പരീക്ഷണമാണെങ്കിലും, ആ പരീക്ഷണവും പ്രശ്നവും എല്ലാം പരിഹാരം കാണാൻ എൻ്റെ റബ്ബിന് കഴിയും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ബോധ്യപ്പെടൽ നമുക്കെല്ലാവർക്കും ഉണ്ടോ? സത്യത്തിൽ നമ്മുടെ ജീവിതം ഇങ്ങനെ പരിശോധിച്ച് നോക്കിക്കോളൂ. ഒരു രോഗം 1 മാസമായി, 2 മാസമായി, 5 മാസമായി. ശരി, ഷാഫിയായ റബ്ബാണ് നമ്മുടെ റബ്ബ് എന്ന ബോധ്യപ്പെടൽ നമുക്കുണ്ടോ? ശിഫ നൽകുന്നവനാണ് എൻ്റെ റബ്ബ്, ആ ഒരു പ്രതീക്ഷയോടെ ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കല്യാണം കഴിഞ്ഞു, 5 കൊല്ലമായി, 10 കൊല്ലമായി മക്കളില്ല. എന്നാൽ മക്കളെ നൽകുന്ന, അല്ല മക്കളെ ദാനമായി നൽകുന്ന അൽ വഹാബാണ് എൻ്റെ റബ്ബ്. ആ ഒരു ബോധ്യപ്പെടൽ നമുക്കുണ്ടോ? ആ ഒരു ബോധ്യപ്പെടൽ ഉണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യുക, നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മുടെ മുൻഗാമികൾക്കൊക്കെ ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അള്ളാഹ് എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു. നിങ്ങൾക്കറിയില്ലേ പ്രിയപ്പെട്ടവരെ, മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം. മൂസാ നബി അലൈഹി ഇസ്ലാം ഈജിപ്തിൽ നിന്ന് തൻ്റെ കൂടെ ബനു ഇസ്രായേലരായ ആളുകളെയും കൂട്ടി ചെങ്കടലിൻ്റെ ഭാഗത്തേക്ക് വരികയാണ്. അവരുടെ വാഗ്ദത്ത ഭൂമിയായ ഫലസ്തീനിലേക്ക് വരിക. ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്കുള്ള യാത്രയിൽ വലിയ ഒരു സമുദ്രത്തിൻ്റെ മുന്നിലാണ് അവർ വന്നുപെടുന്നത്. നമ്മൾ ചരിത്രം കേട്ടിട്ടുണ്ട്. അവരിങ്ങനെ വന്നിങ്ങനെ നിൽക്കുമ്പോൾ അവരിങ്ങനെ വന്ന് ആ ഒരു കടലിൻ്റെ മുന്നിലെത്തിയപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ പറഞ്ഞു, ഇന്നാല മുദറക്കൂൻ, മൂസ നമ്മൾ പെട്ടുട്ടോ, നമ്മൾ പെട്ടു. കാരണം എന്താ, മുന്നിൽ ആർത്തിരമ്പുന്ന കടലാണ്, പിന്നിലാകട്ടെ ആർത്തലച്ചു വരുന്ന ഫിറഔനും കൂട്ടരും. എല്ലാവിധ സൗകര്യങ്ങളുമായിട്ട് അവർ വരുന്നത്, യുദ്ധസന്നാഹങ്ങളുമായിട്ടാണ് വരുന്നത്. തിരിഞ്ഞോടാനും പറ്റൂല, മുന്നിലേക്ക് പോകാനാണെങ്കിലോ വെള്ളത്തിലാണ്. ആ സമയത്ത് എല്ലാവരും കൈമലർത്തുന്ന ഒരു സമയം, എല്ലാവരും നിരാശരാകുന്ന ആ സമയത്താണ് മൂസാ നബി അലൈഹി സ്വലാം പറയുന്നത്, ഖാല കല്ലാ കല്ലാ ഇന്ന മഈ റബ്ബി സയഹ്ദീൻ. സുബ്ഹാനല്ലാഹ്, എത്ര നല്ലൊരു വാക്കാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കാണെ ആ ഒരു വാക്കിൻ്റെ ഒരാഴം. ഇന്ന മഈ റബ്ബി, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. നമ്മൾ കടം വാങ്ങി കുടുങ്ങി ആകെ പ്രയാസപ്പെട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഭാര്യ ചോദിക്കുക എന്താ ചെയ്യാൻ നിൽക്കുമ്പോൾ എനിക്ക് ഇനി എന്താ ചെയ്യുക എന്ന് അറിയൂല എന്ന് പറഞ്ഞിട്ട് കൈ മലർത്തല്ല, എൻ്റെ റബ്ബ് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു. മക്കളെ കല്യാണം അടുപ്പിച്ചു, പൈസ ഇല്ലാതെ പ്രയാസത്തിലാണ്, എന്തെങ്കിലും ഒരു വഴി എൻ്റെ റബ്ബ് കാണിച്ചു തരും. ഇന്ന മഈ റബ്ബി സയഹ്ദീൻ, എൻ്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരും. വഴി കാണിച്ചു കൊടുത്തില്ലേ? ഒരാളും പ്രതീക്ഷിക്കാത്ത ഒരു വഴിയാണല്ലോ കാണിച്ചു കൊടുത്തത്. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹ് പറയാണ്, മൂസ ആ വടി കൊണ്ട് ആ സമുദ്രത്തിൽ നടിച്ച്. എന്താ പഠിച്ചുണ്ടാകുക? നമ്മളാണെങ്കിൽ ചോദിക്കുക, എന്താ അത് പഠിച്ചതിനെ കുറച്ച് വെള്ളം തീർച്ചു എന്നല്ലാതെ ഇപ്പം എന്താ? പക്ഷെ അള്ളാഹു പറഞ്ഞു, മൂസാ നബി അനുസരിച്ചു. അപ്പോഴാണ് ആ 2 ഭാഗങ്ങളായിട്ട് ആ കടല് 2 പർവ്വതങ്ങളെപ്പോലെ മാറി നിന്നു. അവർ അതിലൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ടവർ, ഇത് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്താണ്. ഈ ഖുർആനിൻ്റെ ആയത്ത് ഓതുന്നവരാണ് നമ്മൾ. അവിടെയാണ് നമ്മൾ ആലോചിക്കുന്നത്, എങ്ങനെ എൻ്റെ കാര്യം ശരിയാകും, എങ്ങനെ എൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടും, എങ്ങനെ എൻ്റെ ദുഃഖം തീരും. എല്ലാ ദുഃഖവും എല്ലാ പ്രശ്നവും പരിഹരിക്കാനുള്ളത് ആ ഖുർആനിലുണ്ട്. ആ ഖുർആൻ ആരുടെ ഗ്രന്ഥമാണോ, ആ ഖുർആൻ ആരുടെ കലാമാണോ, ആ കലാമിൻ്റെ റബ്ബ്, ആ റബ്ബിനെല്ലാം പരിഹരിക്കാൻ കഴിയും. ആ വിശ്വാസം നമുക്ക് ഉണ്ടാവേണ്ടത്. അതുകൊണ്ടാണ് നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പറഞ്ഞൊരു വാചകമുണ്ടല്ലോ,
ഒരു യാത്ര കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും വരിക. അങ്ങനെ അവർ ഒരു ഭാഗത്ത് വിശ്രമിക്കാൻ വേണ്ടി തീരുമാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മരത്തിൻ്റെ ഭാഗത്തിരുന്നു. സഹാബത്താകട്ടെ കുറച്ചപ്പുറത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു വാളുണ്ട്, ആ വാൾ അവിടെ വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഉറക്കത്തിൽപ്പെട്ടു. നല്ല ക്ഷീണമുള്ളത് കൊണ്ട് നബി ഉറങ്ങിപ്പോയി. ആ സമയത്താണ് ഒരു അഅറാബിയായ ഒരു ഗ്രാമീണനായ ഒരു മനുഷ്യൻ, അയാൾ മെല്ലെ വരികയാണ്. നബിനെ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചിട്ടുള്ള വാളിൻ്റെ ഭാഗത്ത് വന്ന് പെട്ടെന്ന് ആ വാളിൻ്റെ എടുത്തു. ആ വാളെടുത്തതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നെട്ടിയെഴുന്നേറ്റു. ഉടനെ അയാൾ ഇങ്ങനെ നബിയുടെ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് വാൾ ചൂണ്ടിക്കൊണ്ട് ചോദിക്കണം, മുഹമ്മദ്, ഈ വാൾ തലപ്പിൽ നിന്നും നിന്നെ ആര് രക്ഷപ്പെടുത്തും? നിന്നെ ആര് രക്ഷപ്പെടുത്തും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഭയം കൂടാതെ, ഒരു തരിമ്പ് എന്ന് പറയില്ലേ, ആ പേടിയില്ലാതെ പറഞ്ഞു, അല്ലാഹ് രക്ഷിക്കും, അല്ലാഹ് രക്ഷിക്കും. അത് പറഞ്ഞതും ആ മനുഷ്യൻ്റെ കയ്യിൽ നിന്നും ആ വാള് താഴേക്ക് വീഴാണ്. അയാൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. അയാൾ ബേജാറായി അങ്ങനത്തെ ഒരു മറുപടി കേട്ടപ്പോൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാളെടുത്തു. എന്നിട്ട് അയാളോട് തിരിച്ചു വെച്ചു, എൻ്റെ കയ്യിൽ നിന്ന് നിന്നെ ആരെ രക്ഷപ്പെടുത്തും? അപ്പോഴേക്ക് സ്വഹാബത്തൊക്കെ വന്നു. സ്വഹാബത്ത് പറഞ്ഞു, പ്രവാചകരെ, അയാളെ വധിക്കണം, നബിനെ കൊല്ലാൻ വേണ്ടി വന്നാളാ. അയാൾ പറഞ്ഞു, മുഹമ്മദ്, നീ അല്ലാതെ ആരും എന്നെ രക്ഷപ്പെടുത്തൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ വെറുതെ വിട്ടു. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിട്ടുവീഴ്ചയുടെ ഒരു അടയാളം എന്നതിനപ്പുറത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഈമാനിൻ്റെ കരുത്ത് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈമാനിൻ്റെ കരുത്ത് എന്താണ്? ആ ഈമാനിൻ്റെ കരുത്ത്, എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും എൻ്റെ റബ്ബിനെ സഹായിക്കും. നമുക്ക് പറയാൻ കഴിയുമോ? ഇപ്പോൾ അതാ നാട്ടിലിങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങനെ വർഗീയതയ്ക്ക് വേണ്ടി ഇങ്ങനെ എന്താ പറയുക, എല്ലാ അർത്ഥത്തിലുള്ള തേരോട്ടം നടത്തിക്കൊണ്ടിരിക്കുക, വർഗീയത നടത്താൻ വേണ്ടിയിട്ട്. അവിടെ പല നിലക്കുണ്ട്. ഇസ്ലാമിൻ്റെ ആശയങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഇസ്ലാമിൻ്റെ ആശയങ്ങൾ ആളുകളുടെ മുന്നിൽ മോശമാക്കാൻ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒക്കെ നടക്കുന്നുണ്ട്. അവിടെ ഒരു മുസ്ലിം എന്ന നിലക്ക് ഒരാൾ നമ്മളോട് ഇസ്ലാമിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു ഇസ്സത്തോടു കൂടി ഞാൻ ഇസ്ലാമിലാണ്, എൻ്റെ റബ്ബ് അല്ലാഹുവാണ്, എൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബിയാണ് പറയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മൾ ഓരോരുത്തരും സ്വയം ഒന്ന് പരിശോധിക്കാൻ വേണ്ടി മാത്രം പറയണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻഗാമികൾക്ക് ആ ഒരു ധൈര്യം കിട്ടിയത് അള്ളാഹുവിൽ അവർക്ക് അചഞ്ചലമായ ഒരു വിശ്വാസമുള്ളത് കൊണ്ടാണ്. അല്ലാഹ് എന്നെ സഹായിക്കും, അല്ലാഹ് എന്നെ പ്രയാസപ്പെടുത്തൂല, അല്ലാഹ് എന്നെ പ്രയാസപ്പെടുത്തൂല. ഞാൻ നിങ്ങൾക്ക് ആ വിഷയത്തിൽ വായിച്ചൊരു ചരിത്രം കൂടി ഓർമ്മപ്പെടുത്തട്ടെ. ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു ചെറുപ്പക്കാരനായ ഒരു യുവാവായ ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന് ഒരു രോഗം പിടിപെട്ടു. അദ്ദേഹത്തെ പരിശോധിച്ച വൈദ്യരെല്ലാം പറഞ്ഞു, അദ്ദേഹത്തിന് കൂടുതൽ ജീവൻ ഇല്ല, അദ്ദേഹം മരിക്കാനായിട്ടുണ്ട്. ചരിത്ര ഗ്രന്ഥത്തിൽ കാണാൻ കഴിയും, ചെറുപ്പക്കാരനായ അദ്ദേഹം ഇങ്ങനെ തൻ്റെ പായയിൽ കിടക്കണം, മരണാസനനായി കിടക്കണം. അദ്ദേഹത്തിൻ്റെ പ്രായമായ ഉമ്മ കുറച്ചപ്പുറത്ത് ഇരുന്നു കൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, തൻ്റെ മകൻ മരിക്കാണല്ലോ എന്ന ബേജാറിൽ. ആ സമയത്ത് ഈ ചെറുപ്പക്കാരനായ ആ യുവാവായിട്ടുള്ള പണ്ഡിതൻ ഉമ്മാനെ വിളിച്ചു, മങ്ങൾ ഇവിടെ പിരിന്നാണ്. ഉമ്മ മകൻ്റെ അടുത്ത് വന്നു, മകൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ തലോടിക്കൊണ്ടിരുന്നു. ആ സമയത്ത് മകൻ ഉമ്മാൻ്റെ കൈ പിടിച്ചുകൊണ്ട് ചോദിക്കണം, ഉമ്മ, ഞാൻ മരണപ്പെടുകയും എൻ്റെ വിചാരണ, എൻ്റെ ഹിസാബ് അല്ലാഹ് നിങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്താൽ നിങ്ങൾ എന്നെ ശിക്ഷിക്കുമോ, അതല്ല എനിക്ക് സ്വർഗം നൽകുമോ? ഈ ചോദ്യം കേട്ടതും ഉമ്മാൻ്റെ കണ്ണ് നിറയാൻ തുടങ്ങി. ഉമ്മ കണ്ണീര് തുടച്ചിട്ട് പറഞ്ഞു, മോനെ, അല്ലാഹ് അങ്ങനെ ഒരു കാര്യം എന്നോട് പറയുകയാണെങ്കിൽ തീർച്ചയായും എൻ്റെ മോൻക്ക് സ്വർഗമാണ്, ഞാൻ എന്തായാലും തീരുമാനിക്കാം. ഞാൻ ഒരിക്കലും നിന്നെ ശിക്ഷിക്കൂല, ഞാൻ നിനക്കൊരു പ്രയാസം വരുത്തൂല. ആ സമയത്ത് ഈ മകൻ ഉമ്മാൻ്റെ കണ്ണീരിങ്ങനെ തുടച്ചിട്ട് പറയാണ്, എന്നാൽ ഉമ്മ, നിങ്ങൾക്ക് എന്നെ എത്ര ഇഷ്ടമുണ്ടോ അതിലേറെ ഇഷ്ടം എൻ്റെ റബ്ബിന് എന്നോടുണ്ട്, എൻ്റെ അള്ളാഹ്ക്ക് എന്നോട് ഇഷ്ടമാണ്. പിന്നെന്തിനാ മങ്ങൾ കരയണേ? അള്ളാഹിൻ്റെ കാര്യത്തിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ഒരു വാക്ക് നമ്മളൊക്കെ നമ്മളെ ജീവിതത്തിലേക്കൊന്ന് പരിശോധിച്ചു. നമുക്ക് വലിയ ബേജാറല്ലേ, എൻ്റെ പരലോകം എന്താ, അള്ളാഹ് എന്നെ ശിക്ഷിക്കൂല്ലേ? അള്ളാഹുവിനൊരു പ്രതീക്ഷ നമുക്കായിരിക്കെങ്കിലും ഉണ്ടോ? എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, എൻ്റെ പാപങ്ങൾ പുറത്തു തരാൻ കഴിയുന്ന, എനിക്ക് സ്വർഗം നൽകാൻ കഴിയുന്ന, എന്നെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന എൻ്റെ റബ്ബ്. അത് നമ്മുടെ മുൻഗാമികൾക്ക് ആ ഒരു വാക്ക് കേവലം ഒരു വാക്കല്ല, അള്ളാഹിനോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടം കൊണ്ട് വന്നത്. എങ്കിൽ ആ തരത്തിലുള്ള ഒരു ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. പ്രിയപ്പെട്ടവരെ, ഇനി ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ കടന്നു വരുന്നുണ്ടോ?
എങ്കിൽ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരീക്ഷണങ്ങൾ കടന്നു വരുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹു കൊടുക്കുമെന്ന് പറഞ്ഞ ഒന്ന് പരീക്ഷണമാണ്. സമ്പത്ത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്ക് സമ്പത്താണ് കൊടുക്കാന്ന് പറഞ്ഞിട്ടില്ല. അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്ക് സ്ഥാനമാനങ്ങളാണ് കൊടുക്കാന്ന് പറഞ്ഞിട്ടില്ല. അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്ക് പരീക്ഷണം കൊടുക്കുന്ന പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ പറ്റും, മയ്യുരിദില്ലാഹു ബിഹി ഖൈറ യുസിബു മിൻഹു. ആർക്കെങ്കിലും അള്ളാഹു ഖൈർ വിധിച്ചിട്ടുണ്ടെങ്കിൽ, ഖൈർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മുസീബത്തുകൾ കൊടുക്കും, പരീക്ഷണങ്ങൾ കൊടുക്കും. നമ്മുടെ ജീവിതത്തിൽ ഒന്നും കൊണ്ട് തീരുമ്പോഴേക്കടുത്തത്. ചില ആൾക്കാർ പറയാറുണ്ട്, കുട്ടിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടുള്ളൂ, ഇപ്പോൾ അത് അമ്മാക്ക് സുഖമില്ല എന്നിട്ട് ഹോസ്പിറ്റലിൽ പോകാം. ഒന്നിട്ട് തീരുമ്പോഴേക്കടുത്തത്, ജോലിക്കൊന്നും പോകാൻ പറ്റണില്ല. ഒന്ന് തീരുമ്പോഴേക്ക് അടുത്തത് വീട്ടിൽ ഒരു ചെറിയൊരു പണി എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വീടിൻ്റെ മതിലിടിഞ്ഞു എന്ന് പറഞ്ഞിട്ട്, ഇങ്ങനെ വലിയ ഒന്നുണ്ടെങ്കിൽ ഒന്ന്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പരീക്ഷണങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പിച്ചോളിയും അള്ളാഹ്ക്ക് നമ്മളെ ഇഷ്ടമാണ്. അവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കട്ടോ, പണ്ഡിതന്മാർ ഈ വാചകത്തെ വിശദീകരിച്ചിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അത് നമുക്ക് പരീക്ഷണമാണോ അതല്ല ശിക്ഷയാണോ? പരീക്ഷണമാണോ ശിക്ഷയാണോ? ഒരാൾക്ക് സമ്പത്ത് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, അത് പരീക്ഷണമാണോ ശിക്ഷയാണോ? പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അവൻ അള്ളാഹു പറഞ്ഞതനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നു, അള്ളാഹു പറഞ്ഞതനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നു, എന്നിട്ട് അള്ളാഹു അവൻ എന്ത് ചെയ്യുന്നു? സമ്പത്ത് കൊടുക്കുന്നു. എങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ട് തന്നെ അത് കൊടുക്കണത്, ഇഷ്ടപ്പെട്ടിട്ട് തന്നെ കൊടുക്കണത്. അതല്ല അവന് സമ്പത്ത് ഇങ്ങനെ കൂടുന്നുണ്ട്, അവനാകട്ടെ അള്ളാഹു പറഞ്ഞതിന് നേരെ വിരുദ്ധമായിട്ടുള്ള ജീവിതമാണ് എന്ന ഉറപ്പിച്ചോ, വലിയ ഒരു ശിക്ഷ അവന് വരാനുണ്ട്, വലിയ ഒരു ശിക്ഷ വരാനുണ്ട്. ഇത് എന്നോട് നിങ്ങളോട് പറയണേ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു പറഞ്ഞതിന് വിരുദ്ധമായിട്ട് നമ്മളിങ്ങനെ ജീവിക്കുക. നമ്മുടെ ജീവിതം ഫുള്ള് റാഹത്താണ്, എല്ലാം ക്ലിയറാണ്. മക്കളെ അത് ക്ലിയറാണ്, പിന്നെ ജോലി അത് ക്ലിയറാണ്, അൽഹംദുലില്ലാ, ഭക്ഷണത്തിൻ്റെ കാര്യം അത് ക്ലിയറാണ്, വീടിൻ്റെ കാര്യം അത് ക്ലിയറാണ്, എല്ലാം ക്ലിയർ. നമ്മളാകട്ടെ അള്ളാഹിനോട് നന്ദികേട് കാണിക്കുന്നുണ്ട് എന്ന ഉറപ്പിച്ചോ, വലിയ ഒരു പരീക്ഷണം വരാനുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. എന്നാൽ അള്ളാഹ് ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അയാൾക്ക് അള്ളാഹ് കൊടുക്കും. എന്തെന്നറിയോ? പരീക്ഷണങ്ങൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടവർ പ്രവാചകന്മാരാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടവൻ നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന് മുമ്പേ പിതാവായ അബ്ദുള്ള മരണപ്പെട്ടു. ജനിച്ച് 6 വയസ്സായപ്പോൾ ഉമ്മയായ അമിനയും മരിച്ചു. പിന്നെ നബിനെ നോക്കുന്നത് വല്യപ്പയായ അബ്ദുൽ മുത്തലിബായിരുന്നു. ആ അബ്ദുൽ മുത്തലിബ് നബിൻ്റെ 8ാമത്തെ വയസ്സിൽ മരിച്ചു. പിന്നെ നബിനെ നോക്കുന്നത് അബൂ ത്വാലിബാണ്. അബൂ ത്വാലിബാകട്ടെ വലിയ പ്രയാസത്തിലായിരുന്നു, കുട്ടികളെ നോക്കാനൊന്നും കഴിവില്ലാത്തൊരവസ്ഥയിലായിരുന്നു. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു പ്രാരാബ്ദങ്ങളൊക്കെ മുന്നോട്ട് പോയി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഖദീജ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചു, ജീവിതം മുന്നോട്ട് പോയി. പക്ഷേ അള്ളാഹിൻ്റെ പരീക്ഷണം അവസാനിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 7 മക്കളാണത്, 7 മക്കൾ. അതിൽ 6 മക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കെ മരിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്, നമ്മൾ ജീവിച്ചിരിക്കെ നമ്മുടെ മക്കൾ മരിക്കുക, നമ്മുടെ മക്കളുടെ മയ്യത്ത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കേണ്ടി വരുന്ന രംഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരമക്കളിൽ സൈനബിൻ്റെ മകൻ അലി, അതുപോലെ തന്നെ പിന്നെ മറ്റു 2-3 പേരമക്കൾ മരണപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നബി ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരിക്കുക, പേരമക്കൾ മരിക്കുക, അവരൊക്കെ ഇങ്ങനെ ഖബറിലേക്ക് ഇറക്കി വെക്കേണ്ട ഒരവസ്ഥ. എത്ര വലിയ വിഷമുണ്ടാക്കും. ഇനി ആകെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ ബാക്കിയുണ്ടായിരുന്നത് ഫാത്തിമ ബീവിയാണ്. ആ ഫാത്തിമ ബീവിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു വാചകമുണ്ട്, ഫാത്തിമ, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യമായി എൻ്റെ കുടുംബത്തിൽ എന്നോട് ചേരുക നീയായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് 6 മാസം മാത്രമാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ ജീവിച്ചത്. പിന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടു. എത്ര വലിയ പരീക്ഷണങ്ങളാണ് വന്നത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കളുടെ വിഷയം നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖദീജ റളിയല്ലാഹു അൻഹയിൽ മാത്രമാണ് ഭാര്യ എന്ന നിലക്ക് മക്കളുണ്ടായിട്ടുള്ളൂ. മറ്റൊന്ന് മാരിയത്തുൽ ഖിബ്തിയ എന്ന് പറയുന്ന അടിമ സ്ത്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ബാക്കി സൗദ റളിയല്ലാഹു അൻഹയുണ്ട്, ജുവൈരിയ റളിയല്ലാഹു അൻഹയുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹയുണ്ട്, ഹഫ്സ റളിയല്ലാഹു അൻഹയുണ്ട്, സൗദ റളിയല്ലാഹു അൻഹയുണ്ട്, സൈനബ് ബിൻത് ഖുസൈമയുണ്ട്, സൈനബ് ബിൻത് ജഹ്ഷ് ഉണ്ട്, മൈമൂനയുണ്ട്. ഇതല്ലാത്ത ഭാര്യമാരുണ്ട്. ഈ ഭാര്യമാരിലൊന്നും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളുണ്ടായിട്ടില്ല. മക്കളില്ലാതെ പരീക്ഷിച്ചു, അള്ളാഹു പരീക്ഷിച്ചതാ. ഖദീജ റളിയല്ലാഹു അൻഹയിൽ മാത്രമാണ് മക്കളുള്ളത് ഭാര്യ എന്ന നിലക്ക്. ബാക്കി 10 ഭാര്യമാരിൽ ഉണ്ടായിട്ടില്ല. ഇനിയുള്ള മക്കളുടെ അവസ്ഥയോ ഈ പറഞ്ഞ രൂപത്തിലും.
ഇങ്ങനെ എന്തെല്ലാം പരീക്ഷണങ്ങൾ. ഇനി നമ്മൾ സ്വന്തത്തോട് ചോദിക്കുക, ഇത്ര വലിയ പരീക്ഷണം നമുക്കാർക്കെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. നമ്മുടെ ജീവിതത്തിലെ തുച്ഛമായ ചില പരീക്ഷണങ്ങൾ മാത്രം. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പരീക്ഷണങ്ങൾ ഓരോന്നോരോന്നായി വരുമ്പോഴും തൻ്റെ ഈമാനിനെ അളക്കാൻ നോക്കിയത്, കുറച്ചുകൂടി അള്ളാഹുവിലേക്ക് അടുക്കാനാണ് നോക്കിയത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും ചില പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയായാൽ ഭാര്യമാരോട് പറയും, ഞാൻ ഇന്ന് എൻ്റെ റബ്ബിനോടൊന്ന് മുനാജാത്ത് നടത്തട്ടെ. ആ വിഷയത്തെക്കുറിച്ച് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു ഹദീസ് കാണാൻ പറ്റും. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയുടെ വീട്ടിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ത്രമൊക്കെ മാറിയിട്ടിരിക്കുന്നുണ്ട്. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെരിപ്പൊക്കെ മാറ്റി വെച്ചിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ആയിഷ, നിങ്ങൾ സമ്മതിക്കുമോ എന്ന് എൻ്റെ റബ്ബിനോട് എനിക്ക് മുനാജാത്ത് നടത്താൻ? അപ്പോൾ ഞാൻ നമസ്കരിക്കാൻ വേണ്ടി പോട്ടെ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം. ഒരു ഭാര്യയുടെ അവകാശങ്ങളുണ്ട് നബിക്കറിയാം, അതുകൊണ്ടാണ് സമ്മതം ചോദിക്കുന്നത്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, പ്രവാചകരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ ഉണ്ടാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ ഒരു താല്പര്യത്തിന് ഞാനെതിരല്ല, നിങ്ങൾ പോയിക്കോളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പ് ധരിച്ചു, വസ്ത്രം ധരിച്ചു, നേരെ മദീന പള്ളിയിലേക്ക് ചെല്ലുകയാണ്. രാത്രി ഇശാ നമസ്കാരം കഴിഞ്ഞ് ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങിയ നമസ്കാരം പ്രവാചകൻ പുലരുന്നതുവരെ, സുബ്ഹ് ബാങ്ക് വിളിക്കാൻ ബിലാൽ റളിയല്ലാഹു അൻഹു വരുന്നതുവരെ നബി സുദീർഘമായി നമസ്കരിച്ചു. പ്രവാചകന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നുകൊണ്ടേയിരുന്നു. ആ കാഴ്ച കണ്ടിട്ടാണ് ബിലാൽ ചോദിക്കുന്നത്, അള്ളാന്റെ റസൂലെ, എന്തിനാ ഇത്ര പ്രയാസപ്പെടുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അള്ളാന്റെ റസൂലെ, എന്താണ്? കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും നിങ്ങളുടേത് പൊറുക്കപ്പെട്ടതല്ലേ, പിന്നെന്തിനാ ഇത്ര? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു മറുപടിയുണ്ട്, അഫലാ അകൂന അബ്ദൻ ശകൂറ, നന്ദിയുള്ളൊരടിമാവണ്ടേ, നന്ദിയുള്ളൊരടിമ. പ്രിയപ്പെട്ടവരെ, ആ ചോദ്യം ഞാൻ എന്നോട് ചോദിക്കാം, നമ്മൾ ഓരോരുത്തരും ചോദിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയറിയ സ്വർഗത്തിലേക്കാണ് നമ്മളും കയറാനുള്ളത്. നമ്മുടെ ജീവിതത്തിൽ എന്നെങ്കിലും രാത്രി മുഴുവനായിക്കൊണ്ട് നമസ്കരിക്കുന്ന ഒരൊറ്റ ദിവസം കഴിഞ്ഞു പോയിട്ടുണ്ട്? ഒരൊറ്റ ദിവസം. ഏത് ദിവസമാണ് നമ്മുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ടുള്ളത്? നമ്മുടെ ഏത് നിമിഷമാണ് നമുക്ക് പറയാനുള്ളത്? പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നന്മകളുടെ അവസരങ്ങൾ അത് നമ്മൾ ഉപയോഗപ്പെടുത്താം. പ്രത്യേകിച്ച് ഈ രാത്രി നമസ്കാരത്തിൻ്റെ വിഷയം. റമദാൻ വരുന്നുണ്ട്, പലരും കാത്തിരിക്കുക, റമദാൻ വന്നിട്ട് വേണം തറാവീഹ് തുടങ്ങാൻ. റമദാനിൽ മാത്രമല്ല രാത്രി നമസ്കാരമുള്ളത്, റമദാനിൽ മാത്രമല്ല, അല്ലാത്ത ദിവസങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കരിച്ചിട്ടുണ്ട്. നമസ്കാരത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റേതെല്ലാം നന്മകളുണ്ടോ ആ നന്മകളിലെല്ലാം ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ സജീവമാകണം. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും അതിൽ ഒരു എളുപ്പമുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കാം. നമുക്കെല്ലാവർക്കും പരിചയമുള്ളൊരായത്ത്, തീർച്ചയായും പ്രയാസത്തോടൊപ്പം ഒരു എളുപ്പമുണ്ട്. ഇപ്പോൾ നിങ്ങൾ പ്രയാസത്തിലാണോ? ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിമുട്ടിലാണോ? ഇപ്പോൾ നിങ്ങൾ ദാരിദ്ര്യത്തിലാണോ? ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും പരീക്ഷണത്തിലാണോ? എന്നാൽ അതിൻ്റെ എല്ലാം പരിഹരിക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. അതൊന്നുകിൽ ഈ ലോകത്ത് തന്നെ കിട്ടും, അതല്ലെങ്കിൽ നമുക്ക് പരലോകത്തുണ്ട്. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരലോകം ഒഴിവാക്കിക്കൊണ്ടൊന്നുമില്ല. പ്രാർത്ഥിച്ചോ ഉത്തരം കിട്ടും, പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാതൊരു സംശയമില്ല. നിങ്ങൾക്കറിയുമോ, മഹാനായ സുൽത്താൻ ഹാറൂൺ റഷീദ്, ആ ഒരു പേര് നമ്മൾ കേട്ടിട്ടുണ്ടാകും, സുൽത്താൻ ഹാറൂൺ റഷീദ്. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് സേവനങ്ങൾ അനുഷ്ഠിച്ചിട്ടുള്ള ആളാണ് സുൽത്താൻ ഹാറൂൺ റഷീദ്. അദ്ദേഹം ഖലീഫയായിരിക്കുന്ന സമയം അദ്ദേഹത്തിൻ്റെ നാട്ടിലെ പ്രഗത്ഭനായ ഒരു പണ്ഡിതനായിരുന്നു ഹാത്തമുൽ അസം അൽ ഖുറാസാനി റഹിമഹുല്ലാ. ഹാത്തമുൽ അസമിൻ അദ്ദേഹത്തിന് ഒരുപാട് പെൺകുട്ടികളാണത്, മക്കളായിട്ട് പെൺകുട്ടികളാണത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാകട്ടെ നേരത്തെ മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ മക്കളെ നോക്കേണ്ട ഉത്തരവാദിത്തം ഈ ഹാത്തമുൽ ഹസം അൽ ഖുറാസാനിക്കുള്ളത്. മക്കളെ നോക്കാനുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഹജ്ജ് കർമ്മം ചെയ്യാൻ പോകാൻ പറ്റാത്തൊരവസ്ഥ. അദ്ദേഹം സമ്പത്ത് സ്വരുക്കൂട്ടി വെക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് പോകാൻ പറ്റാത്തൊരവസ്ഥ. ഇതിങ്ങനെ അദ്ദേഹം ഇടക്കിടക്ക് മക്കളോട് പറയും, എനിക്കൊരു ആൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് പോകാൻ കഴിയുമായിരുന്നു, നിങ്ങളെങ്ങനെ ഞാൻ ഏൽപ്പിച്ചു പോകും? ഇതിങ്ങനെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂത്ത മകൾ പറയാണ്, ഉപ്പ നിങ്ങൾ ബേജാറാവേണ്ട, നിങ്ങൾ ഞങ്ങൾക്കുള്ള ഭക്ഷണം ഒന്ന് റെഡിയാക്കി വെച്ചു, ഞങ്ങളിവിടെ നിന്നോളാം, നിങ്ങൾ പോയിട്ട് ഹജ്ജ് കർമ്മം നിർവഹിച്ചിട്ട് വന്നാൽ മതി. ഈ ഒരു വാക്ക് ഹാത്തമുൽ അസം അൽ ഖുറാസാനി റഹിമഹുല്ലയുടെ മൂത്ത മകള് പറഞ്ഞു. അദ്ദേഹം അവർക്ക് വേണ്ട ഭക്ഷണമൊക്കെ റെഡിയാക്കി അങ്ങനെ പുറപ്പെട്ടു.
അദ്ദേഹം പുറപ്പെട്ടു. നമ്മുടെ ഇന്നത്തെ പോലെ പോയി കഴിഞ്ഞാൽ ഇന്ന ദിവസം തിരിച്ചു വരുന്നൊന്നും പറയാൻ കഴിയൂല. പോയി കഴിഞ്ഞാൽ ഒരുപാട് ദിവസങ്ങൾ നീളുന്നതായിരിക്കും യാത്ര. ഇവർ പ്രതീക്ഷിച്ച ദിവസം കഴിഞ്ഞു. ഇവരുടെ കയ്യിലുള്ള ഭക്ഷണങ്ങൾ ഇങ്ങനെ തീരാൻ തുടങ്ങി. എത്രത്തോളം എന്നാൽ ഒരു ദിവസം ഒരു കാരക്ക എന്ന നിലക്ക് മാത്രം കഴിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഈ മക്കളെത്തി. അപ്പോൾ ചെറിയ മക്കളൊക്കെ മൂത്ത ഇത്താത്താനോട് പറയാണ്, നീ കാരണത്താലാണ് വാപ്പ പോയത്, നീ കാരണത്താലാണ് ഇത്രയേറെ നമ്മൾ പരീക്ഷിക്കപ്പെട്ടത്, നീ കാരണത്താലാണ് നമ്മൾ പട്ടിണിയിലായത്, നീ കാരണത്താലാണ് ഇപ്പോൾ നമ്മൾ വിശപ്പിൻ്റെ വേദന അറിയാൻ തുടങ്ങിയത്. ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി. ആ സമയത്തൊക്കെ ആ മകൾ പറഞ്ഞു, നിങ്ങൾ ക്ഷമിക്കും, അള്ളാഹു നമുക്ക് എന്തെങ്കിലും ഒരു സഹായം തരും, അള്ളാഹിൻ്റെ സഹായം ഉണ്ടാകും, നമ്മൾ അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ചോളി. ആ പെൺകുട്ടികളും ഉണ്ടാതിരുന്നു. ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞു. ചരിത്രത്തിൽ കാണാൻ കഴിയും, ആ സമയത്താണ് ആ നാടിൻ്റെ ഭരണാധികാരിയായ സുൽത്താൻ ഹാറൂൺ റഷീദ് ആ വഴി അദ്ദേഹത്തിൻ്റെ സൈന്യവുമായിട്ട് പോകുന്നത്. അദ്ദേഹത്തിന് ശക്തമായ ദാഹം വന്നു. അപ്പം അദ്ദേഹം തൊട്ടടുത്ത വീട് എന്ന നിലക്ക് ഈ വീടിൻ്റെ ഭാഗത്തേക്ക് ചെന്നു. അദ്ദേഹം ചോദിച്ചു, കുറച്ച് വെള്ളം തരുമെന്ന് വെച്ചു. അപ്പോൾ ആ വീട്ടിൽ നിന്നും ഒരു പെൺകുട്ടി നേരെ വെള്ളം കൊണ്ടുവന്ന് അവൾ വേഗം ഉള്ളിലേക്ക് പോയി. അദ്ദേഹം വെള്ളം കുടിച്ചു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഇത് ആരുടെ വീടാണ്? അപ്പോൾ ഉള്ളിൽ നിന്നും പെൺകുട്ടികൾ വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ പിതാവിൻ്റെ പേര് ഹാത്തമുൽ ഹസം അൽ ഖുറാസാനിയാണ്. ഇത് കേട്ടതും അദ്ദേഹം അത്ഭുതപ്പെടുകയാണ്. ആ നാട്ടിലെ വലിയ ഒരു പണ്ഡിതനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വീടാകട്ടെ ഒരു ചെറ്റക്കുടിലാണ്. അവിടെ വലിയ പ്രയാസമാണ് എന്നുള്ളത് സുൽത്താൻ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. അദ്ദേഹം വെള്ളം കുടിച്ചിട്ട് അവിടെ വെച്ചിട്ട് തൻ്റെ കൂടെയുള്ളവരോട് പറയാണ്, ഈ കൂട്ടത്തിൽ ആരൊക്കെ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ അവരെല്ലാം നിങ്ങളുടെ സമ്പാദ്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ വെക്കണം. എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമ്പാദ്യം ഇവിടെ വെക്കണം. ഹാറൂൺ റഷീദ് തൻ്റെ കയ്യിലുള്ള സ്വർണ്ണ നാണയങ്ങളൊക്കെ അവിടെ വെച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ വന്നിട്ടുള്ള എല്ലാ സൈന്യവും, ആ സൈന്യത്തിലെ ഓരോരുത്തരും അവരവരാൽ കഴിയുന്ന രൂപത്തിൽ അവിടെ വെച്ചു. എല്ലാം വെച്ച് അവർ തിരിച്ചുപോയി. ഇതൊന്നും ഈ പെൺകുട്ടികൾ കാണുന്നില്ല. അവരെല്ലാം തിരിച്ചു പോയതിന് ശേഷം വെള്ളത്തിൻ്റെ പാത്രം എടുക്കാൻ വേണ്ടി വന്നപ്പോൾ അവർ കണ്ടത് ഒരു കൂമ്പാരം സ്വർണ്ണ നാണയമാണ്. ഇത് കണ്ടപ്പോൾ ആ കുട്ടികൾ വല്ലാതെ സന്തോഷിച്ചു. ആ കുട്ടികളിങ്ങനെ ഒരുപാട് നന്ദി വാക്കുകൾ സുൽത്താൻ ഹാറൂൺ റഷീദിനെ വിളിച്ചുകൊണ്ട് പറയാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരുപാട് നന്ദി വാക്കുകൾ പറയാൻ തുടങ്ങി. ചെറിയ പെൺകുട്ടികൾ ഈ വാക്ക് പറയുമ്പോൾ മൂത്ത പെൺകുട്ടി ഒന്നും മിണ്ടാതെ നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് പോയി. അവൾ നിസ്കാരപ്പായ വിരിച്ചു, 2 റക്അത്ത് നമസ്കരിച്ചു. ഈ പെൺകുട്ടികൾ നോക്കുമ്പോൾ കാണുന്നത് അവരുടെ ഇത്താത്ത ആ നിസ്കാരപ്പാരയിൽ ഇരുന്നു കൊണ്ട് റബ്ബിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നതാണ്. അവർ ചോദിച്ചു, താത്ത നീ എന്തിനാ കരയുന്നത്? നമുക്ക് ഇത്രയേറെ സമ്പത്ത് കിട്ടിയതിൽ സന്തോഷിക്കല്ലേ വേണ്ടേ? ആ സമയത്ത് ആ താത്ത പറയാണ്, ആ സമ്പത്ത് ഒരിക്കലും ഹാറൂൺ റഷീദിൻ്റെതല്ല, അള്ളാഹു നൽകിയതാണ് നമുക്ക്. നമ്മൾ അദ്ദേഹത്തിനോടല്ല നന്ദി പറയേണ്ടത്. നമ്മൾ ഇത്രയും പ്രയാസപ്പെടുമ്പോൾ ഈ ഒരു നാട്ടിലേക്ക്, ഈ ഒരു വീട്ടിലേക്ക് അദ്ദേഹത്തെ പറഞ്ഞയച്ച റബ്ബിനോടാണ് നമ്മൾ നന്ദി പറയേണ്ടത്. നമ്മളത് മറന്നുപോയില്ലേ? ആ ഒരു വാക്ക് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ഒന്ന് ആലോചിക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില സേവനങ്ങൾ, സഹായങ്ങളൊക്കെ ആരെങ്കിലും നൽകുമ്പോഴേക്ക് അവർക്ക് എത്രയോ തവണ നമ്മൾ നന്ദി പറയുന്നു. അവരെ കാണുമ്പോഴേക്ക് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നു, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നു. കാരണം അയാൾ എന്നെ സഹായിച്ച ആളാണ്, അയാൾ എനിക്ക് ഇന്ന സൗകര്യങ്ങൾ ചെയ്തെന്ന ആളാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ജനിച്ചത് മുതൽ അല്ല, നമ്മൾ നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കെ അവിടെ മുതൽ നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നൽകിയ നമ്മുടെ റബ്ബ്, ആ റബ്ബിനോടുള്ള നന്ദി പ്രകടനം എത്രത്തോളം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. നമുക്ക് അവസരങ്ങളുണ്ട്, ഒരുപാട് നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ. ആ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക. പ്രത്യേകിച്ച് റമദാൻ നമ്മുടെ പടിവാതിൽക്കലാണ്. ഈ റമദാനിന് മുന്നോടിയായിക്കൊണ്ട് തന്നെ ഒരു തയ്യാറെടുപ്പ്, എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മൾ നടത്തുക. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പോരായ്മകളുണ്ട്. ഒരു ഭർത്താവ് എന്ന നിലക്ക്, ഒരു ഭാര്യ എന്ന നിലക്ക്, ഒരു മകൻ എന്ന നിലക്ക്, ഒരു ഉമ്മ എന്ന നിലക്ക്, ഒരു വാപ്പ എന്ന നിലക്കുള്ള എന്തെല്ലാം പോരായ്മകളുണ്ടോ ആ പോരായ്മകളെല്ലാം നമ്മൾ പരിഹരിക്കുക. എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്ത് മുന്നോട്ട് പോകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ.